Hi all, welcome to Concept Angle. Today we are going to discuss the CBSE Term 1 question paper. കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ടേമിന്റെ എക്സാം കഴിഞ്ഞു അല്ലേ പ്ലസ് ടുവില്. അപ്പോൾ എല്ലാവർക്കും കുറച്ച് പേർക്ക് പാടായിരിക്കാം, കുറച്ച് പേർക്ക് സിമ്പിൾ ആയിട്ട് തോന്നിക്കാണാം. എന്നാലും ഈ ഒരു സെഷനിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻ ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ചെയ്തതൊക്കെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം, ഒട്ടും സമയം കളയുന്നില്ല, സ്റ്റാർട്ട് ചെയ്യാം. സോ സെക്ഷൻ എ, ഇന്റർസെക്ഷൻ അറ്റംപ്റ്റ് എനി 16 ക്വസ്റ്റ്യൻസ്. ടോട്ടൽ 20 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ നിന്ന് 16 എണ്ണം ചെയ്താൽ മതിയായിരുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എ റിലേഷൻ ആർ ഈസ് ഡിഫൈൻഡ് ഓൺ എൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ റിഫ്ലെക്സീവ് റിലേഷൻ. നാച്ചുറൽ നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന 4 റിലേഷൻ തന്നിട്ടുണ്ട്. റിഫ്ലെക്സീവ് റിലേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. എന്തായിരുന്നു റിഫ്ലെക്സീവ് റിലേഷൻ? ഫോർ എവറി എ ഇൻ ആർ, a belongs to r ആണെങ്കിൽ we can say that the function is reflexive. അപ്പൊ നോക്കാം നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യോ നോക്കി. ഫസ്റ്റ് റിലേഷൻ പറഞ്ഞിരിക്കുന്നത് x ഗ്രേറ്റർ ദാൻ y. അപ്പോ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ എന്നിൽ ആരൊക്കെ ഉണ്ട്? 1 2 3 ലൈക്ക് ദാറ്റ് അല്ലെ, അങ്ങനെ പോകുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോ 1 1 ഉണ്ടാവണം, 2 2 ഉണ്ടാവണം, 3 3 ഉണ്ടാവണം, ലൈക്ക് എല്ലാത്തിന്റെയും റിഫ്ലെക്സീവ് പെയർ ഉണ്ടാവണം. സോ ഞാൻ ആദ്യം 1 1 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. 1 1 കൊടുത്തു കഴിഞ്ഞാൽ 1 ഗ്രേറ്റർ ദാൻ 1 എന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ 1 1 ആറിൽ വരുള്ളൂ. ക്ലിയർ? 1 1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എടുത്തു. ആ ഓർഡേർഡ് പെയർ റിലേഷനിൽ വരണമെങ്കിൽ 1 ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. 1 ഗ്രേറ്റർ ദാൻ 1 ആണോ? അല്ല, 1 ഈക്വൽ ടു 1 ആണല്ലേ. അപ്പോ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. സെക്കൻഡ് ഓപ്ഷൻ, സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. ഇതുപോലെ നോക്കിയേ, 1 1 എടുത്തു കഴിഞ്ഞാൽ 1 + 1 10 ആണോ? നോട്ട് ഈക്വൽ ടു 10. ദാറ്റ് ഈസ് സെക്കൻഡ് ഓപ്ഷനും റിഫ്ലെക്സീവ് അല്ല. ഫോർത്ത് ഓപ്ഷനിലേക്ക് പോവാം. നമ്പേഴ്സ് ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ഫോർത്ത് ഓപ്ഷൻ നോക്കൂ, എക്സ് പ്ലസ് 4y ഈക്വൽ ടു 10. അപ്പോ 1 1 കൊടുത്താൽ എന്ത് വരും? 1 + 4 ഈക്വൽ ടു 10 ആണോ? അല്ല. സോ ഫോർത്ത് ഓപ്ഷനും എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. അപ്പൊ പിന്നെ അവിടെ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ, തേർഡ് ഓപ്ഷൻ റിഫ്ലെക്സീവ് ആവാൻ. തേർഡ് ഓപ്ഷൻ റിഫ്ലെക്സീവ് ആണ്. സോ ദ ആൻസർ എന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി. എങ്ങനെ കിട്ടി? എക്സ് വൈ ഇസ് ദ സ്ക്വയർ ഓഫ് നമ്പർ. സപ്പോസ് ഞാൻ 1 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ 1 × 1 അല്ലേ സ്ക്വയർ ഓഫ് നമ്പർ. സോ തേർഡ് ഓപ്ഷൻ ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 1. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 ചെയ്യാം. Question number 2 വായിച്ചേ. The function r defined by f of x equal to 4 plus 3 cos x. 4 plus 3 cos x. Bijective 1 1 but not on 2, on 2 but not 1 1, neither 1 1 nor on 2. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ 1 1 on 2 പഠിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും ടാൻ എക്സിന്റെ ഒക്കെ ഗ്രാഫ്. ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 4 + 3 cos x എന്നാണ് അല്ലേ. 4 + 3 cos x എന്ന് പറഞ്ഞാൽ cos എക്സിന്റെയും 4ന്റെയും കോമ്പിനേഷൻസ് ആണ്. f of x + g of x അല്ലെ. അപ്പോ cos എക്സിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം. cos എക്സിന്റെ ഗ്രാഫ് എന്താണ്? cos എക്സിന്റെ ഗ്രാഫ് പോകുന്നത് ലൈക്ക് ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫ് അല്ലേ. cos എക്സിന്റെ ഗ്രാഫ് 1 1 on 2 ആണോ? അല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് cos x 1 1 ഉം അല്ല, on 2 അല്ല. അങ്ങനെയാണെങ്കിൽ 4 + 3 cos x 1 1 ഉം on 2 ഉം അല്ല. ദാറ്റ് ഈസ് neither 1 1 nor on 2. Option D is the right answer. Now moving to the next question. If y plus cot x, y equal to cot x, if y equal to cot x, x less than 0, then ഈ 4 കണ്ടീഷനിൽ ഏത് സാറ്റിസ്ഫൈ ചെയ്യും? നോക്കിയേ, y equal to cot inverse x. അപ്പൊ y equal to cot inverse x എന്ന് തന്നിട്ടുണ്ട്. y equal to cot inverse x. y equal to cot inverse x. നമുക്ക് നോക്കേണ്ടത് x ലൈ ചെയ്യുന്ന റീജിയൻ. x ലൈ ചെയ്യുന്ന റീജിയൻ അല്ലേ, സോറി y ലൈ ചെയ്യുന്ന റീജിയൻ ആണ് ആൻസർ ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം, y equal to cot inverse x എടുത്താൽ ഇവിടുന്ന് x-ന്റെ വാല്യൂ എന്ത് വരും? cot y വരും. കറക്റ്റ്? x equal to cot y. Given condition x less than 0. x less than 0 implies cot y is less than 0. cot y നെഗറ്റീവ് ആണ്. നമ്മൾ 4 ക്വാഡ്രന്റിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. There are 4 quadrants. First quadrant, second one, third one and fourth one.
കോട്ട് ടു വൈ നെഗറ്റീവ് ആയിട്ടുള്ള എവിടെയാണ്? ഇവിടെ എല്ലാം പോസിറ്റീവ് ആണ്. ഇവിടെ സൈനും അതിന്റെ റെസിപ്രോക്കലും പോസിറ്റീവ് ആണ്. ടാനും അതിന്റെ റെസിപ്രോക്കലും പോസിറ്റീവ് ആണ്. കോസും സീക്കും പോസിറ്റീവ് ആണ്. സോ കോട്ട് വൈ ലെസ് ദാൻ 0. കോട്ട് നെഗറ്റീവ് ആകാനുള്ള രണ്ട് ക്വാഡ്രന്റ് ഏതൊക്കെയാണ്? കോട്ട് പോസിറ്റീവ് ആയിട്ടുള്ള 3 മാത്രമാണ് അല്ലെ. കോട്ട് പോസിറ്റീവ് ആയിട്ടുള്ള 3 മാത്രമാണ്. ഇവിടെ എല്ലാം പോസിറ്റീവ് ആണ്. സോ ഈ രണ്ട് റീജിയനിൽ മാത്രമേ കോട്ട് എന്താകുള്ളൂ? നെഗറ്റീവ് ആകുള്ളൂ. ആ രണ്ട് റീജിയൻ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കിയേ. കോട്ട് നെഗറ്റീവ് ആവുന്ന റീജിയൻ ലിസൺ, π/2 ലെസ് ദാൻ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആണോ? π/2 ഫോർത്ത് ക്വാഡ്രന്റിനെ പറ്റി ഓപ്ഷനിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത് 0, π/2, π, 3π/2, 2π. അപ്പൊ ഫോർത്ത് ക്വാഡ്രന്റിനെ പറ്റി ഓപ്ഷനിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റ് മാത്രം മതി. സെക്കൻഡ് ക്വാഡ്രന്റിന്റെ വാല്യൂ എന്താണ്? π/2 മുതൽ പൈ വരെ. π/2 എടുക്കാൻ പറ്റില്ല, പൈയും എടുക്കാൻ പറ്റില്ല. സോ ദ ആൻസർ ഓപ്ഷൻ ബി. π/2 പൈയും എടുക്കാൻ പറ്റാത്ത കാരണം എന്താണ്? കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണല്ലേ. അപ്പൊ എക്സിന് പൈ എടുത്തു കഴിഞ്ഞാൽ ദാ ഇവിടെ നോക്കൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. ഈ പൈ എടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിലെ സൈൻ പൈ എന്ന് വരും. സൈൻ പൈ 0 ആണ്. ഡിനോമിനേറ്റർ 0 വന്നാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ഓപ്ഷൻ എ നമ്മൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് ഓപ്ഷൻ ബി മാത്രമായിട്ട് എടുത്തത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? യെസ്. നൗ fourth question. Fourth question is what? The number of functions defined from 1, 2, 3, 4, 5 to AB which are 1, 1. അതായത് 1, 2, 3, 4, 5 നിന്നും എ ബിയിലേക്ക് ഒരു എത്ര ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്താൽ അവിടെ 1, 1 ആയിട്ടുള്ള എത്ര ഫങ്ഷൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും? 1, 1 ഫങ്ഷൻസ്. Number of function defined from 1, 2, 3, 4, 5 to AB which are 1, 1. അപ്പൊ നമുക്ക് നോക്കാം. This is 1, 2, 3, 4, 5 and this is AB. Okay. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ആണല്ലേ. 1, 2, 3, 4, 5 AB. 1, 1 ആവണമെങ്കിൽ ഡിസ്റ്റിങ്ക്ട് എലമെന്റിന് ഡിസ്റ്റിങ്ക്ട് ഇമേജ് വേണം. അപ്പൊ സപ്പോസ് ഞാൻ 1ന് എ കൊടുത്താൽ പിന്നെ 2വിന് എ കൊടുക്കാൻ പറ്റില്ല. 2വിന് ആരെ കൊടുക്കാൻ പറ്റുള്ളൂ? ബി എ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇതൊരു ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ അല്ല. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എവറി എലമെന്റ് ഇൻ എക്സ് അല്ലെ. ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റ്സുകൾക്കും ഇമേജ് വേണം, അല്ലെങ്കിൽ എല്ലാ എലമെന്റ്സുകൾക്കും ഡിസ്റ്റിങ്ക്ട് ഇമേജ് ഉണ്ടായാൽ ദാറ്റ് ഈസ് 1, 1. അപ്പൊ ഇത് ടോട്ടലി ഒരു ഫംഗ്ഷൻ അല്ല, 1, 1 അല്ല. അപ്പൊ ഇവിടെ എത്ര 1, 1 ഫംഗ്ഷൻ ഉണ്ട്? 1, 1 ഫംഗ്ഷൻ അവിടെ ഇല്ല. സോ ദ നമ്പർ ഓഫ് 1, 1 ഫംഗ്ഷൻസ് ആർ 0. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി is the right answer. Now the first question. Now the fifth question. Fifth question, that is A equal to matrix 4, 2, minus 1, 1. A equal to matrix 4, 2, minus 1, 1. Then A minus 2i into A minus 3i is equal to option A, option B, I, identity matrix, option C, 5 into identity matrix, and the last option is 0. അപ്പൊ നമുക്ക് നോക്കാം. Okay, കണ്ടുപിടിക്കേണ്ടത് A into 2i, sorry, A minus 2i into A minus 3i. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ. A into A square minus 3i minus 2ai. This is 3ai minus 2ai plus 6i square. എന്ത് കിട്ടും? That is A square minus 5ai plus 6i square. I square ഉം i ഒക്കെ സെയിം അല്ലേ. അപ്പൊ 6i എന്ന് കൊടുക്കാം. Now ഇത് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പൊ എ സ്ക്വയർ ആദ്യം ചെയ്തു നോക്കാം. എ ഈക്വൽ ടു മെട്രിക്സ് 4, 2, minus 1, 1. എ സ്ക്വയർ ഈക്വൽ ടു then what? 4, 2, minus 1, 1 into 4, 2, minus 1, 1. മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു നോക്കാം. That is 4 into 4, 16. 16 minus 2, 14. Now 4 into 2, 8. 8 plus 2, 10. Minus 1 into 4, minus 4, minus 4, minus 1, that is minus 5. Now minus 1, minus 2, minus 2 plus 1, minus 1. This is A square. അപ്പോൾ A squareന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്?
എ സ്ക്വയർ മൈനസ് 5ai അല്ലെ, എ സ്ക്വയർ മൈനസ് 5ai പ്ലസ് 6i എന്താണെന്ന് നോക്കാം. ലിസൺ, എ സ്ക്വയർ മൈനസ് 5ai പ്ലസ് 6i എന്താണെന്ന് നോക്കാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. എ സ്ക്വയറിന് കിട്ടിയ വാല്യൂ 14, 10 മൈനസ് 5 മൈനസ് 1. നൗ 5ai എന്ന് പറഞ്ഞാൽ 5a തന്നെയാണ് അല്ലെ, ഐഡന്റിറ്റി മെട്രിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5a തന്നെ. എ എന്ന് പറയുന്ന 4 2 മൈനസ് 1 1 ആണെങ്കിൽ 5a എന്താണ്, എല്ലാ എലമെന്റ്സിനെയും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 20 10, ദിസ് ഈസ് 10 കേട്ടോ. 20 10 മൈനസ് 5 5. ഓക്കെ, നൗ പ്ലസ് 6i. 6i means 6006. ക്ലിയർ? നൗ വാട്ട് ഈസ് ദ ആൻസർ? ഒന്ന് നോക്കിക്കേ. 14 minus 20 minus 6 minus 6 plus 6 0. First position. Second position 10 minus 10 0 0 minus 0 0 minus 5 plus 5 0. Now minus 1 minus 5 that is minus 6 minus 6 plus 6 that is 0. അപ്പോൾ എന്താ കിട്ടിയേ? 0 മെട്രിക്സ് അല്ലേ കിട്ടിയത്. So the answer is option D 0. A square a minus 2i into a minus 3i യുടെ വാല്യൂ എന്ത് കിട്ടി? ഓപ്ഷൻ ഡി 0 കിട്ടി. ക്ലിയർ ആണല്ലോ. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If P is a 3x3 matrix such that P transpose equal to 2P plus I, where P is the transpose of P, then തന്നിരിക്കുന്ന കണ്ടീഷനിൽ ഏത് സാറ്റിസ്ഫൈ ചെയ്യും? തന്നിരിക്കുന്ന കണ്ടീഷൻ ഏതാണ്? P transpose equal to 2P plus I. P ട്രാൻസ്പോസ് 2P plus I ആണെങ്കിൽ ഞാനൊന്ന് രണ്ട് സൈഡിലും ട്രാൻസ്പോസ് എടുക്കാൻ പോവാണ്. P ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു 2P plus I ദ ഹോൾ ട്രാൻസ്പോസ്. രണ്ട് സൈഡിലും ട്രാൻസ്പോസ് എടുത്തു. P ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു P. ഇതിനെ ട്രാൻസ്പോസിനെ സ്പ്ലിറ്റ് ചെയ്യാം. 2P ട്രാൻസ്പോസ് പ്ലസ് I ട്രാൻസ്പോസ് I തന്നെയാണ് വരുന്നത് അല്ലെ. അപ്പൊ നോക്കിക്കേ, 2P ട്രാൻസ്പോസ് പ്ലസ് I. Now in the question P transpose is given, that is 2P plus I. So we can substitute the value, that is 2 into 2P plus I plus I. P equal to 2 into 2P plus I plus I. നോക്കൂ, അപ്പോൾ ഇവിടെ P equal to 4P plus 2I plus I. ഇവിടെ എന്ത് കിട്ടും? അപ്പോൾ 4P minus P എന്ന് പറയുന്നത് minus 3P ആണ്. minus 3P equal to 3I. 3 and 3 are cancel. minus P equal to I. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? P equal to minus I എന്ന് കൊടുക്കാം. ഇനി ആൻസർ ഉണ്ടോ എന്ന് നോക്കിയ ഓപ്ഷനിൽ P equal to minus I. So the option number B is the right answer. Clear അല്ലേ? രണ്ട് സൈഡിലും ട്രാൻസ്പോസ് എടുത്തപ്പോൾ തന്നെ ആൻസർ കിട്ടി. Now the next question. Question number 7. If order of a matrix is 2/3. If order of a matrix is 2/3 and B is 3/2 and C is of 3/3 matrix, then which one of the following is not defined? നോക്കാം. അപ്പോൾ എയുടെ ഓർഡർ 2/3 ആണ്. എയുടെ ഓർഡർ 2/3 ആണ്. ബിയുടെ ഓർഡർ 3/2 ആണ്. ആൻഡ് സി ഈസ് ഓഫ് ഓർഡർ 3/3. ഇതിൽ ഏത് ഡിഫൈൻഡ് ആണ് അല്ലെങ്കിൽ ഏത് ഡിഫൈൻഡ് അല്ല? ക്വസ്റ്റ്യൻ ആണല്ലേ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ഡിഫൈൻഡ്? ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി, ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റി ഏതാണെന്ന് നോക്കാം. നോക്കേ, സി ഇൻറ്റു എ പ്ലസ് ബി ട്രാൻസ്പോസ്. സി ഇൻറ്റു എ, ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം കേട്ടോ. സി ഇൻറ്റു എ പ്ലസ് ബി ട്രാൻസ്പോസ്. സി എന്ന് പറയുന്ന ഓർഡർ എത്രയാണ്? സിയുടെ ഓർഡർ 3/3 ആണ്. ഇൻറ്റു എ പ്ലസ് ബി ട്രാൻസ്പോസ്, അതായത് എയുടെ ഓർഡർ A 2/3 ആണ് പ്ലസ് ബി 3/2 ആണ്. അതിന്റെ ട്രാൻസ്പോസ് അപ്പൊ എന്ത് വരും? അതിന്റെ ട്രാൻസ്പോസ് 2/3 വരും അല്ലെ. അപ്പൊ 2/3. ഇനി നോക്കിയേ, 2/3 മെട്രിക്സിനെ അഡീഷൻ ചെയ്യുന്നത് പോസിബിൾ ആണ്. അപ്പൊ ഇവരെ തമ്മിൽ അഡീഷൻ ചെയ്യുന്ന പോസിബിൾ ആണ്. അഡീഷൻ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് വരും? എ പ്ലസ് ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ 2/3 തന്നെ വരും. അപ്പൊ C 3/3. ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ?
3/3യും 2/3യും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ? മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിന്റെ കോളവും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആവണം. ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആവണം. ഇവിടെ 3യും 2വും ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ C into A plus B transpose is not possible. So the answer is option A. ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത റിലേഷൻ ഏതാണ്? C into A plus B transpose. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Now the eighth question is what? A equal to matrix alpha 2 alpha and determinant A cube equal to 27, then value of alpha. നോക്കാം നമുക്ക്. ഡിറ്റർമിനന്റ് എ ക്യൂബ് 27 ആണ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. 3 ക്യൂബ് ആണല്ലോ 27. ഇനി നമുക്ക് എയുടെ വാല്യൂ, എ എന്ന് പറയുന്ന മെട്രിക്സ് ആൽഫ 2 ആൽഫ ആണ്. സോ വാട്ട് ഈസ് ഡിറ്റർമിനന്റ് എ? ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു എന്ത് വരും? ആൽഫ 2 ആൽഫ, ദാറ്റ് ഈസ് ആൽഫ സ്ക്വയർ മൈനസ് 4. ഡിറ്റർമിനന്റ് എക്ക് കിട്ടിയ വാല്യൂ 3 ആയിരുന്നു. 3 ഈക്വൽ ടു ആൽഫ സ്ക്വയർ മൈനസ് 4. 3 ഈക്വൽ ടു ആൽഫ സ്ക്വയർ മൈനസ് 4, ദാറ്റ് ഈസ് ആൽഫ സ്ക്വയർ ഈക്വൽ ടു 7, വിച്ച് ഇംപ്ലൈസ് ആൽഫ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √7. ഓപ്ഷനിലുണ്ടല്ലോ, ലാസ്റ്റ് ഓപ്ഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. ആൽഫയുടെ വാല്യൂ എന്താണ്? പ്ലസ് ഓർ മൈനസ് √7. നൗ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 9. If determinant 5 3 minus 1 minus 7x minus 3 9 6 minus 2 equal to 0, then what is the value for x? വളരെ സിമ്പിൾ ആണ്. ഡിറ്റർമിനന്റ് ഡയറക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ ആൻസർ കിട്ടും അല്ലേ? ഒന്ന് ചെയ്ത് നോക്കിയേ. എല്ലാവരും ചെയ്തായിരുന്നോ ഈ ക്വസ്റ്റ്യൻ എക്സാമിന്? ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ 5 into minus 2x അല്ലേ? minus 2x plus 18 now minus 3 into determinant ചെയ്യുമ്പോൾ 14 minus of minus 27 അല്ല, plus 27 minus of minus 1. now minus 1 into ഇവിടെ ചെയ്യുമ്പോൾ എത്ര കിട്ടും? minus 42 minus 9x equal to 0. ഡിറ്റർമിനന്റ് വാല്യൂ 0 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. 5 into minus 2x 5 into minus 2x is what? Minus 10x. ഇനി 5 into 18 is what? 18 into 5 നോക്കിയേ. 18 into 5 that is 4090 അല്ലേ? 90 plus 90. now 14 plus 27 എത്രയാണ്? 14 plus 27 41 ആണ് അല്ലേ? 14 plus 27 equal to 41 into 3 that is 123. അപ്പോൾ minus 123. now minus into minus 42 that is plus 42 plus 9x equal to 0. now numbers എല്ലാം ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 90 plus 42 is what? 132 minus 123 is what? 132 minus 123 is 9. minus 10x plus 9x is what? minus x. so minus x plus 9 equal to 0. here from here x equal to 9. കണ്ടോ? എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 9 കിട്ടി. ഒന്നും ചെയ്തില്ല, ഡയറക്റ്റ് ഡിറ്റർമിനന്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എക്സിന്റെ വാല്യൂ കിട്ടി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ? നൗ മൂവിംഗ് ടു ദ 10th question. 10th question നമുക്ക് നോക്കാം. The inverse of minus 4 3 7 minus 5. ഇൻവേഴ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? A inverse equal to 1 by determinant A into adjoint A അല്ലേ? ഇതിനെ ഞാൻ A എന്ന് വിളിച്ചാൽ A inverse equal to 1 by determinant A into adjoint A. ഇനി ഒരു 2/2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ? എന്താ ചെയ്താൽ മതി? അഡ്ജോയിന്റ് A ചെയ്യുമ്പോൾ ഇവരെ രണ്ടുപേരെയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യണം അല്ലേ? ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -5 -4. ഇവരെ രണ്ടുപേരുടെയും കൂടി സൈൻ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ -3 -7. so this is the adjoint of A. adjoint of A കിട്ടി. ഇനി determinant of A നോക്കിക്കേ. what is determinant of A? determinant of A കണ്ടുപിടിക്കാൻ
20 minus 21, that is minus 1. നമുക്ക് A inverse സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. A inverse is what? A inverse equal to 1 by minus 1 into adjoint, that is minus 5, minus 3, minus 7, minus 4. എന്ത് കിട്ടും? എല്ലാത്തിലും മൈനസ് ഉണ്ട്. ഡിവൈഡഡ് ബൈ മൈനസ് 1 ആകുമ്പോൾ അത് ആ മൈനസ് എല്ലാം മാറി പോസിറ്റീവ് സൈൻ ആകും. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ്, not matrix 5 3 7 4 is the right answer. 5 3 7 4 is what option? ഏത് ഓപ്ഷൻ ആണ്? which option? Option number B. So option number B is the right answer. Adjoint കണ്ടുപിടിക്കുക, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. 1 by determinant A into adjoint is the formula for inverse. Clear? Now next question number 11. If A equal to 1 0 0 0 1 0 59 69 minus 1, then what is A inverse? A inverse കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാലോ. എന്താണ്? A inverse equal to 1 by determinant A into adjoint of A. Adjoint of A 3 by 3 മെട്രിക്സിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 3 by 3 മെട്രിക്സിൽ adjoint A കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ ഫോമാറ്റ് ഉണ്ട്. നോക്കാം നമുക്ക്. adjoint A equal to ആദ്യം തന്നിരിക്കുന്ന 3 by 3 മെട്രിക്സിനെ 4 പ്രാവശ്യം എഴുതുക. That is 1 0 0 0 1 0 59 69 minus 1. 4 പ്രാവശ്യം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതുക കേട്ടോ. ദാറ്റ് ഈസ് 1 0 0 0 1 0 59 69 മൈനസ് 1. അഗെയിൻ 1 0 0 0 1 0 59 69 മൈനസ് 1. 1 0 0 0 1 0 59 69 മൈനസ് 1. ഇനി ചെയ്യേണ്ടത് ഈ മെട്രിക്സിലെ കോർണർ എലമെന്റ്സിനെ അങ്ങ് ക്യാൻസൽ ചെയ്യുക. അതായത് കോർണറിലുള്ള എല്ലാ റോസും കോളംസും ക്യാൻസൽ ചെയ്യുക. ഇവിടെ നിന്ന് അഡ്ജോയിന്റ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നോക്കൂ. ദാറ്റ് ഈസ് 1 into minus 1 minus 1. Now 69 into 0 0 into minus 1 0. Again 0. നെക്സ്റ്റ് റോ കിട്ടാനായിട്ട് നെക്സ്റ്റ് കോളം കിട്ടാനായിട്ട് 0 into 59 1 into 0 0. That is 1. Again 1. Now this is 0. For the third column 0 into 69 minus 59 അല്ലേ? minus 59. Now this is minus 69 and this is 1. ഓക്കെ, ഇതിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ അഡ്ജോയിന്റ് കിട്ടും. ഇതിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ അഡ്ജോയിന്റ് കിട്ടും. ട്രാൻസ്പോസ് എങ്ങനെയാണ് നോക്കുന്നത്? -1 0 minus 59 0 1 minus 69. Now 0 0 1 0 0 1. ക്ലിയർ? ഇനി അപ്പോൾ അഡ്ജോയിന്റ് കിട്ടി. ഡിറ്റർമിനന്റിന്റെ ഫോർമുല എന്തായിരുന്നു? A ഇൻവേഴ്സിന്റെ ഫോർമുല A ഇൻവേഴ്സ് ഈക്വൽ ടു 1 by determinant A into adjoint of A. അപ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് A കണ്ടുപിടിക്കണം. ഡിറ്റർമിനന്റ് A എത്രയാണ്? ക്വസ്റ്റ്യനില് A നോക്കിക്കേ. A ഈക്വൽ ടു ദിസ് വൺ. സോ ഡിറ്റർമിനന്റ് A ഈക്വൽ ടു 1 into -1 അല്ലേ? 1 into -1 മാത്രമേ നിൽക്കുള്ളൂ, ബാക്കി എല്ലാം ക്യാൻസൽ ആവും. സോ ഡിറ്റർമിനന്റ് Aയുടെ വാല്യൂ -1 ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ -1 1 by -1 into adjoint of A. അതായത് കിട്ടിയ മെട്രിക്സിനെ എല്ലാം -1 വെച്ച് ഡിവൈഡ് ചെയ്യണം. -1 വെച്ച് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് 1. ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുക കേട്ടോ. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഓക്കെ 1 0 -59. അപ്പോൾ 1 0 59 0 0 -1 0 69 -1. ഓക്കെ, ഈ സെക്കൻഡ് എലമെന്റ് നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യാം. സെക്കൻഡ് എലമെന്റ് നോക്കിക്കേ. ദാറ്റ് ഈസ് 1. ഓക്കെ, 1 തന്നെയാണ്. അപ്പൊ ഇത് ആരാണ്? ഇത് നമ്മുടെ A തന്നെയല്ലേ? കിട്ടിയിരിക്കുന്ന A തന്നെയാണ്. തന്നിരിക്കുന്ന മെട്രിക്സ് A തന്നെയാണ് നമുക്ക് A ഇൻവേഴ്സ് ആയിട്ടും കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ A ഇൻവേഴ്സിന്റെ വാല്യൂ എന്താണ്? A തന്നെയാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ A. കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ A ആണ്. Now moving to the 12th question. Function 3x minus 8. f of x എന്ന് പറയുന്നത് 3x minus 8 if x less than or equal to 5 and 2k if x greater than 5 is continuous then the value for k. Continuous ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത് എപ്പോഴാണ്? ലിമിറ്റ് x tends to a f of x ന്റെ വാല്യൂ f of a ആവണം. ഇവിടെ a യുടെ പ്ലേസിൽ കിടക്കുന്നത് 5 ആണ്. 5 വെച്ചാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ എഫ് ഓഫ് 5ന്റെ വാല്യൂവും ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് ഓഫ് എക്സിന്റെ വാല്യൂവും ഈക്വൽ ആയിരിക്കും. എഫ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 3x minus 8 ഉണ്ട്, 2k ഉണ്ട്. സോ 2kയുടെ വാല്യൂ
x tends to 5. So 3 into 5 minus 8, that is 7 വരും അല്ലേ. k യുടെ വാല്യൂ 7 ആണ്. That is k equal to 2k equal to 7, that is k equal to 7/2. k യുടെ വാല്യൂ 7/2, that is option B is the right answer. Now moving to the 13th question. 13th question ഒന്ന് വായിച്ചേ. That is the function f of x equal to greatest integer function. Box x എന്ന് പറഞ്ഞാൽ എന്താണ്? greatest integer function that is less than or equal to x is continuous. ആ greatest integer function continuous ആയിട്ടുള്ളത് എവിടെയാണ്? നമ്മൾ ഫംഗ്ഷനും ഗ്രാഫും ഒക്കെ പഠിക്കുമ്പോഴേ പറയുന്നുണ്ട് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫാണ്. അതായത് ഇന്റീജേഴ്സിൽ മാത്രം അതിന് ബ്രേക്ക് വരുന്നു, ബാക്കിയുള്ള എല്ലാ പാർട്ടിലും അത് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഇന്റീജേഴ്സിലെല്ലാം ഇത് ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇന്റീജേഴ്സിലെല്ലാം ഇത് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഈ 1.5 എന്ന് പറയുന്ന ഇന്റീജർ അല്ലാത്ത 1.5 മാത്രമേ എന്തുള്ളൂ? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ളൂ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 14. Y equal to tan inverse of e raised to 2x, then what is dy by dx? അപ്പോൾ നമുക്ക് നോക്കാം. dy by dx ഡയറക്റ്റ് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. y equal to tan inverse of e raised to 2x ആണ്. സോ dy by dx എന്ത് വരും? tan inverse x ന്റെ ഡെറിവേറ്റീവ് 1/1 plus x square ആണ്. That is 1/1 plus e raised to 2x the whole square into chain rule. By using the chain rule e raised to 2x ന്റെ ഡെറിവേറ്റീവ് കൊടുക്കുക. e raised to 2x ന്റെ e raised to 2x into 2 ആണ്. So the final answer is 2 e raised to 2x by 1 plus ഇത് a raised to m the whole raised to n ആണ്. That is a raised to mn e raised to 4x. What is the answer? e raised to 4x ന്യൂമറേറ്ററിൽ പോകണം കേട്ടോ. e raised to 4x. So the answer 2 e raised to 2x plus 2 e raised to 2x by 1 plus e raised to ഇത് 4x ആണ് കേട്ടോ. ഓപ്ഷൻ എ 4x ആണ്. So the right answer is option A. Now moving to the 15th question. Y square into 2 minus x equal to x cube, then what is dy by dx at 1 1? നോക്കേ, രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. സോ രണ്ട് സൈഡിലും അറ്റ് എ ടൈം നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ y സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ 2 minus x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് 2y ഇൻറ്റു dy by dx equal to 3x square at 1 1. 1 1-ലല്ലേ നോക്കേണ്ടത്? 1 1-ല് എക്സിന് 1 ഉം വൈക്ക് 1 കൊടുക്കുമ്പോൾ 1 into minus 1 plus 2 minus 1 2 minus 1 into 2 dy by dx. 2 into 1 ഉണ്ട് ഇവിടെ. 2 dy by dx equal to 3. ഇവിടെ നിന്ന് എന്ത് കിട്ടും? -1 plus 2 dy by dx equal to 3 ആണ്. That is 2 into dy by dx equal to 4 വരും. That is dy by dx എത്ര വരും? 2 വരും at 1 1. So 1 1 എന്ന് പറയുന്ന x 1 y 1 ആയി കഴിഞ്ഞാൽ ഡെറിവേറ്റീവിന്റെ വാല്യൂ എന്താണ്? 2 ആണ്. So option A is the right answer. Now moving to the next question. Question number 16. The angle between the tangents to the curve y equal to x square minus 5x plus 6 at the point 2 0 and 3 0. ടാൻജന്റ് എന്ന് പറയുമ്പോൾ തന്നെ വേണ്ടത് എന്താണ്? dy by dx അല്ലെ. ടാൻജന്റ് ഇക്വേഷൻ dy by dx ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിന്റെ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ dy by dx കണ്ടുപിടിക്കുക. വെരി സിമ്പിൾ. അപ്പോൾ ഇവിടെ dy by dx എന്ത് കിട്ടും? dy by dx equal to 2x minus 5. ഇനി രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്, 2 0-യും 3 0-യും. അപ്പൊ നമുക്ക് 2 0-യിലേക്ക് കണ്ടുപിടിക്കാം. 2 0 കൊടുക്കുമ്പോൾ 2 into 2 minus 5 that is 4 minus 1 minus 4 minus 5 minus 1 വരും. ഇനി നമുക്ക് 3 0-യിലേക്ക് കണ്ടുപിടിക്കാം. 3 0-യിൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 minus 5 that is 1 എന്ന് വരും. ഇവരുടെ രണ്ടുപേരുടെയും ആംഗിൾ ആണ്. നോക്കിയേ, ടാൻജൻസ് ഈ പോയിന്റിൽ -1-ഉം ഈ പോയിന്റിൽ 1-ഉം ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ടാൻ തീറ്റ ഈക്വൽ ടു മോഡുലസ് ഓഫ് m2 minus m1 by 1 plus m1 m2. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ടാൻജൻസ് ഇതാണെന്നറിയാം. ഇവരുടെ പ്രൊഡക്റ്റ് m1 ഈക്വൽ ടു -1-ഉം m2 ഈക്വൽ ടു 1-ഉം എടുത്താൽ m1 ഇൻറ്റു m2 ഇവിടെ -1 കിട്ടിയില്ലേ? അതായത് അവരുടെ പ്രൊഡക്റ്റ് -1 ആണ്. പ്രൊഡക്റ്റ് -1 ആവുന്ന എപ്പോഴാ? ഇവർ രണ്ടുപേരും പെർപെൻഡിക്കുലർ ആവുമ്പോഴല്ലേ. പെർപെൻഡിക്കുലർ മീൻസ് ആംഗിൾ 90 വരണം. ദാറ്റ് ഈസ് π/2 വന്നാൽ അവർ പെർപെൻഡിക്കുലർ ആയി. അങ്ങനെ ഇവിടെ ആൻസർ കണ്ടുപിടിക്കാം. Now the next question. Question number 17. The interval in which the function
എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 6 ഈസ് ഇൻക്രീസിങ്. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻക്രീസിങ് ആവുന്നത്? എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോഴാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുന്നത്. അപ്പൊ ഇതാണ് എഫ് ഓഫ് എക്സ്. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? 3x സ്ക്വയർ പ്ലസ് 12x വരും. അത് ഗ്രേറ്റർ ദാൻ 0 വരണം അല്ലേ? ഇവിടുന്ന് 3 കോമൺ എടുക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 4 എന്ന് വരും അല്ലേ? 4x വരും ഗ്രേറ്റർ ദാൻ 0. കണ്ടോ? 3x ക്യൂബ് 3x സ്ക്വയർ പ്ലസ് 12x ഗ്രേറ്റർ ദാൻ 0 വരും. അതായത് 3 ഇൻറ്റു കോമൺ എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 4x ഗ്രേറ്റർ ദാൻ 0. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാം? എങ്ങനെ ചെയ്യാം? അതായത് എക്സിന് 0യിലും ഒരു സ്പ്ലിറ്റിംഗ് കൊടുക്കാം, -4ലും സ്പ്ലിറ്റിംഗ് കൊടുക്കാം. ഇവിടെ ചെയ്യുമ്പോൾ 3x കോമൺ എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 4 ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും. ഇവിടെ 3x 0 വന്നു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 0, എക്സ് പ്ലസ് 4 0 വന്നാൽ എക്സിന്റെ വാല്യൂ -4. അപ്പൊ ഈ രണ്ട് പോയിന്റ് വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, 0യും -4ഉം. ഇനി മൈനസ് ഇൻഫിനിറ്റി, ദിസ് ഈസ് പ്ലസ് ഇൻഫിനിറ്റി. -ഇൻഫിനിറ്റി മുതൽ 0 വരെ ഏതെങ്കിലും ഒരു ഇൻബിറ്റ്വീൻ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ എന്ത് കിട്ടും? ഏതെങ്കിലും ഒരു പോയിന്റ് നോക്കുക, -1 കൊടുക്കുക. -1 കൊടുത്തു കഴിഞ്ഞാൽ, സോറി -4 ഇവിടെ അല്ലേ വരുന്നത് ലിസൺ? 0യും -4ഉം. അപ്പൊ ഇവിടെ -4, ഇവിടെ 0, രണ്ട് പോയിന്റ് കേട്ടോ. -4നും -ഇൻഫിനിറ്റിക്കും ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ഞാൻ -5 കൊടുത്തു. -5 ഇവിടെ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? -15 ഇൻറ്റു -5 പ്ലസ് 4 -1, അത് പോസിറ്റീവ് നമ്പർ കിട്ടും. അപ്പൊ ഈ റീജിയണില ഏത് നമ്പർ ഇട്ട് കൊടുത്താലും അത് പോസിറ്റീവ് കിട്ടും. -4നും 0യ്ക്കും ഇൻബിറ്റ്വീൻ ഏത് നമ്പർ കൊടുത്താലും അത് നെഗറ്റീവ് ആകും. 0യ്ക്കും ഇൻഫിനിറ്റിക്കും ഏത് നമ്പർ ഇട്ട് കൊടുത്താലും അത് പോസിറ്റീവ് ആകും. നിങ്ങൾക്ക് നമ്പർ ഇഷ്ടമുള്ള ഒരു നമ്പർ, ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള നമ്പർ ഇട്ട് കൊടുക്കുക, സൈൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണല്ലേ വേണ്ടത്. അപ്പൊ ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഏതൊക്കെ ഇന്റർവെല്ല? -ഇൻഫിനിറ്റി മുതൽ -4 വരെ, യൂണിയൻ 0 മുതൽ +ഇൻഫിനിറ്റി വരെ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 18. ക്വസ്റ്റ്യൻ നമ്പർ 18 എന്താണ്? ദ വാല്യൂ ഓഫ് എക്സ് വിച്ച് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഈസ് മാക്സിമം. മാക്സിമം വാല്യൂ കിട്ടാൻ എന്ത് ചെയ്യുക? ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക. എഫ് ഡാഷ് ഓഫ് എക്സിനെ 0യോട് ഇക്വേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 1 - 2x 0 വരും, 2xന്റെ വാല്യൂ 1 വരും, എക്സിന്റെ വാല്യൂ 1/2. എക്സിന്റെ വാല്യൂ 1/2 കിട്ടി. സോ ദ മാക്സിമം വാല്യൂ എന്താണ്? 1/2. Now moving to the next question. Question number 19. If the corner points of the feasible region of an LPP are 0, 3, 3, 2 and 0, 5, then minimum value of Z. Minimum value കണ്ടുപിടിക്കാൻ ഒന്നും ചെയ്യണ്ട, ഡയറക്റ്റ് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇസഡിന്റെ വാല്യൂ 11x പ്ലസ് 7y ആണ്. 0,3ൽ എന്ത് വരും? 0,3ൽ 21 വരും അല്ലെ? ഇസഡിന്റെ വാല്യൂ 21 വരും. 3,2ൽ എന്ത് വരും? 33 പ്ലസ് 14, ദാറ്റ് ഈസ് 47 വരും. 0,5ൽ എന്ത് വരും? 35 വരും. സോ മിനിമം വാല്യൂ ആരാണ്? 21. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നൗ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 20. The number of solution of the system of inequations x plus 2y less than or equal to 3, 3x plus 4y greater than or equal to 12 and x greater than or equal to 0. അപ്പൊ ഇതാണ് x ആക്സിസ്. അപ്പൊ x greater than or equal to 0 എന്ന് പറയുമ്പോൾ മുകളിലേക്കുള്ള റീജിയൻ. x plus 2y less than or equal to 3 എന്ന് പറഞ്ഞാൽ xന് 0 കൊടുത്താൽ y-യുടെ വാല്യൂ 3/2. 3/2 എന്ന് പറഞ്ഞാൽ 1.5. അപ്പൊ 0, 1.5 എന്ന് പറയുന്ന ഈ പോയിന്റ്. നൗ എക്സിന് വൈക്ക് 0 കൊടുത്താൽ എക്സ് 3 അല്ലേ? അപ്പൊ 3,0 എന്ന് പറയുന്ന ഈ പോയിന്റ് 3,0, ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തപ്പോൾ ഈ ലൈൻ കിട്ടി. എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ റീജിയൺ ഇങ്ങോട്ടാണ് വരുന്നത്. നൗ 3x പ്ലസ് 4y, 3x പ്ലസ് 4y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 ആണ്. എക്സിന് 0 കൊടുത്താൽ വൈയുടെ വാല്യൂ 3 വരും. സോ 0,3 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരും. 0,3. നൗ വൈക്ക് 0 കൊടുത്താൽ എക്സിന്റെ വാല്യൂ 4 വരും. 4,0 എന്ന് പറയുന്ന പോയിന്റ് ആണ്. 4,0. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 ആണ് അല്ലേ? അപ്പൊ റീജിയൺ ഇങ്ങോട്ട് പോകും. നോക്കിയേ, അപ്പൊ ഫീസിബിൾ റീജിയൻ ഇവിടെ കാണുന്നുണ്ടോ? കോമൺ റീജിയൻ ഏതെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. ഇതിന്റെ റീജിയൻ ഇങ്ങോട്ടും ഇതിന്റെ റീജിയൻ അങ്ങോട്ടുമാണ് പോകുന്നത്. സോ കോമൺ റീജിയൻ ഇല്ല, അല്ലെങ്കിൽ ഫീസിബിൾ റീജിയൻ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്? സൊല്യൂഷൻസ് അവിടെ ഇല്ല. സോ നമ്പർ ഓഫ് സൊല്യൂഷൻസ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ? Now question number 21. The number of equivalence relation in the set 1, 2, 3 containing the elements 1, 2 and 2, 1. അപ്പോൾ 1, 2, 2, 1 വരുന്ന ഇക്വലൻസ് റിലേഷൻ എത്ര എണ്ണം ഉണ്ടോ നോക്കുക.
ഓക്കെ, ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 1 ആവണം, സോറി റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ആവണം അല്ലെ. 1 2 2 1 ഓൾറെഡി വന്നു. ഇനി റിഫ്ലെക്സീവ് ആവണമെങ്കിൽ ആരൊക്കെ വരണം? 1 1 വരണം, 2 2 വരണം, 3 3 വരണം അല്ലെ. 1 1 2 2 3 3. അപ്പൊ ഇത് ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമ്മുടെ മാക്സിമൽ ഇക്വലൻസ് റിലേഷൻ കണ്ടുപിടിക്കാം അല്ലെ. അതാരാണ്? 1 1 2 2 3 3. പിന്നെ ഓൾറെഡി ഉള്ള 1 2 2 1 വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1 3 3 1 എടുക്കാം, അതുപോലെ 2 3 3 2 എടുക്കാം. നോക്കിയേ, വേറെ ഏതെങ്കിലും ഇക്വലൻസ് റിലേഷൻ പോസിബിൾ ആണോ? 1 2 2 1 കണ്ടെയ്ൻ ചെയ്യുന്ന? ഇല്ല, ഈ രണ്ട് ഇക്വലൻസ് റിലേഷൻ ആണ് അല്ലെ. അപ്പൊ നമ്പർ ഓഫ് ഇക്വലൻസ് റിലേഷൻ ഈസ് 2. Option C. Clear? Now the next question. The function f from R to R defined by f of x equal to 1 by x for all x belongs to R. Then f is 1 1 on 2 bijective not defined. Okay. ഫംഗ്ഷൻ ആയാലേ അത് 1 1 on 2 ഒക്കെ ആകുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ചിക്കേണ്ടത് ഇതൊരു ഫംഗ്ഷൻ ആണോ? എഫ് ഫ്രം ആർ ടു ആർ, ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by x ആദ്യം ഒരു ഫംഗ്ഷൻ ആണോ നോക്കാം. ഫംഗ്ഷൻ ആയി കഴിഞ്ഞാൽ മാത്രം 1 1 on 2 ഒക്കെ ചെക്ക് ചെയ്താൽ മതി. ആറിൽ നിന്ന് ആറിലേക്ക് ഫംഗ്ഷൻ പോകുമ്പോൾ എന്താണെങ്കിലും എക്സ് 0 എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ആണ് അല്ലെ. അപ്പൊ അതിന് ഡിഫൈൻഡ് ആണോ നോക്കാം. 1 by 0 നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലെ. അപ്പോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എവറി എക്സ് ഇൻ എക്സ് അല്ലെ. എല്ലാ എക്സുകൾക്കും ഇമേജ് ഉണ്ടാവണം ഫംഗ്ഷനിൽ. ഇവിടെ റിയൽ നമ്പേഴ്സിലെ 0 എന്ന് പറയുന്ന എലമെന്റ് എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ഇമേജ് ഇല്ല. അപ്പൊ എന്ത് പറയാം? 1 by x റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക് ഡിഫൈൻഡ് അല്ല. സപ്പോസ് r - 0 ആണെങ്കിൽ അത് ഡിഫൈൻഡ് ആണ്. എക്സുകളുടെ വാല്യൂ r - 0 ആണെങ്കിൽ ദാറ്റ് ഇസ് ഡിഫൈൻഡ് ആണ്. അപ്പൊ ഈ ഒരു കേസിൽ ഫംഗ്ഷൻ എന്തല്ല? നോട്ട് ഡിഫൈൻഡ് ആണ്. ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ 1 1 on 2 അതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഡയറക്ട്ലി വി ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ്. ക്ലിയർ? നൗ ദ ക്വസ്റ്റ്യൻ നമ്പർ 23. The function f from n to n defined by f of x equal to f of n equal to n plus 1 by 2 if n is odd, n by 2 when n is even. അപ്പൊ നമുക്ക് ഫംഗ്ഷൻ നോക്കാം. നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നും നാച്ചുറൽ നമ്പേഴ്സിലേക്ക് ഞാൻ 1 2 3 4 5 ലൈക്ക് ദാറ്റ് എഴുതി. ഇവിടെയും 1 2 3 4 5. ഓഡ് ആയി കഴിഞ്ഞാൽ 1 ഓടാണ്. 1 plus 1 by 2 2 by 2. അപ്പൊ 1 ഇതിലേക്ക് മാപ്പ് ചെയ്യും, 1ലേക്ക് മാപ്പ് ചെയ്യും. ഈവൻ ആണെങ്കിൽ ദാറ്റ് ഇസ് ഡിവൈഡ് ബൈ 2. അപ്പൊ 2 by 2 അത് 1ലേക്ക് മാപ്പ് ചെയ്യും. 3 ഓടാണ്, 3 plus 1 by 2 4 by 2 അത് 2ലേക്ക് മാപ്പ് ചെയ്യും. 4 ഈവൻ ആണ്, അതും 2ലേക്ക് മാപ്പ് ചെയ്യും. ഇങ്ങനെ കറസ്പോണ്ടിങ് പോയി കഴിഞ്ഞാൽ എല്ലാ എലമെന്റ്സിനും ഇമേജസ് ഉണ്ട്, പക്ഷെ അതെന്തല്ല? ഡിസ്റ്റിങ്ക്ട് അല്ല അല്ലെ. ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിന് ഡിസ്റ്റിങ്ക്ട് ഇമേജ് വരുന്നതാണ് 1 1. അപ്പൊ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 അല്ല, പക്ഷെ നമുക്ക് ഇവിടെയുള്ള എല്ലാവർക്കും കറസ്പോണ്ടിങ് പ്രീ ഇമേജസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഓൺ 2 ആണ്. അപ്പൊ എന്തെഴുതാം? 1 1 ബട്ട് നോട്ട് ഓൺ 2. ഓപ്ഷൻ ബി. ഓൺ 2 ബട്ട് നോട്ട് 1 1. ഓൺ 2 ബട്ട് നോട്ട് 1 1. ഡിസ്റ്റിങ്ക്ട് എലമെന്റിന് ഡിസ്റ്റിങ്ക്ട് ഇമേജ് ഇല്ല, അതുകൊണ്ട് 1 1 അല്ല, ഓൺ 2 ആണ്. എല്ലാവർക്കും പ്രീ ഇമേജ് ഉള്ളത് കൊണ്ട്. അപ്പൊ 1 1 ബട്ട് നോട്ട് ഓൺ 2. ഓൺ 2 ബട്ട് നോട്ട് 1 1. കേട്ടോ? നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The value of sin inverse of cos 13 pi by 5. Sin inverse of cos 13 pi by 5. നോക്കിയേ, ഇത് ആക്ച്വലി എക്സ് എന്ന് എടുക്കുക, സൈൻ ഇൻവേഴ്സ് എക്സ് ആക്കി എടുക്കുക. നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ പൈ ബൈ 2 ആണ്. ഇവിടെ നിന്ന് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? പൈ ബൈ 2 മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പൊ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സൈൻ ഇൻവേഴ്സ് എക്സിനെ പൈ ബൈ 2 മൈനസ് കോസ് ഇൻവേഴ്സ് എക്സിന്റെ പ്ലേസിൽ ആരാണ്? കോസ് ഓഫ് 13 പൈ ബൈ 5 ആണ്. സോ നൗ ജസ്റ്റ് ലിസൺ. ഇതിനെങ്ങനെ എഴുതാം? പൈ ബൈ 2 മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 13 പൈ ബൈ 5. അതിനെ ഞാൻ 2 പൈ പ്ലസ് 3 പൈ ബൈ 5 എന്ന് കൊടുത്തു. കറക്റ്റ് അല്ലേ? 10 പൈ പ്ലസ് 3 പൈ 13 പൈ വരും. ഇനി നമുക്കറിയാം ഈവൻ മൾട്ടിപ്പിൾ പൈ ബൈ 2 മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ്. ഈവൻ മൾട്ടിപ്പിൾ വന്നാൽ സെയിം ട്രിഗ്നോമെട്രിക് റേഷ്യോ ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? സെയിം ട്രിഗ്നോമെട്രിക് റേഷ്യോ കോസ് 3 പൈ ബൈ 5. ഇനി കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് തീറ്റ തീറ്റയാണ്. സോ വി ഗെറ്റ് ദ ആൻസർ പൈ ബൈ 2 മൈനസ് 3 പൈ ബൈ 5. എത്രയാണ് ആൻസർ വരുന്നത്? 5 പൈ മൈനസ് 6 പൈ, ദാറ്റ് ഇസ് മൈനസ് പൈ ബൈ 10. മൈനസ് പൈ ബൈ 10 ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഏതാണെന്ന് നോക്കിക്കേ. മൈനസ് പൈ ബൈ 10. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. Now sin inverse x greater than cos inverse x, then x should be lie in the interval.
സൈൻ ഇൻവേഴ്സ് എക്സ് കോസ് ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സ് ഗ്രേറ്റർ ദാൻ കോസ് ഇൻവേഴ്സ് എക്സ്. ആക്ച്വലി കോസ് ഇൻവേഴ്സ് എക്സ് എന്താ, കുറച്ച് മുമ്പ് പറഞ്ഞ പ്രോപ്പർട്ടി അനുസരിച്ച് അതിനെ π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഗ്രേറ്റർ ദാൻ π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഇവിടെ നിന്ന് സൈൻ ഇൻവേഴ്സ് എക്സ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ 2 സൈൻ ഇൻവേഴ്സ് എക്സ്. 2 സൈൻ ഇൻവേഴ്സ് എക്സ് ഗ്രേറ്റർ ദാൻ π/2. 2 സൈൻ ഇൻവേഴ്സ് എക്സ് ഗ്രേറ്റർ ദാൻ π/2 ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഗ്രേറ്റർ ദാൻ π/4. ഇനി നമ്മൾ ആ ഒരു ഗ്രാഫ് ഓർക്കണം. ഇവിടെ വരുന്നത് 0 π/2 π മൈനസ് π/2. അതിൽ സൈനിന്റെ വാല്യൂ വരുന്നത്, സൈൻ ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ വരുന്നത് ഈ ഒരു റീജിയനിൽ, അതായത് മൈനസ് π/2 മുതൽ π/2 വരെ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ വരുന്നുള്ളൂ. അപ്പോൾ π/4നേക്കാളും ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ π/4. അപ്പൊ π/4നേക്കാളും ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ π/4 മുതൽ π/2 വരെ. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ ആണ് π/4 മുതൽ π/2 വരെ. ഇനി അത് ഇൻവേഴ്സിന്റെ ആണ്. അപ്പൊ അത് സൈൻ എക്സിന്റെ വാല്യൂ എന്ത് വരും, സൈൻ π/4 1/√2 ആണ്, സൈൻ π/2 1 ആണ്. അപ്പൊ 1/√2 1 എന്ന് പറയുന്ന ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നൗ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if a matrix A cos alpha minus sin alpha cos alpha and A plus A transpose equal to I, then what is the value for alpha? നമുക്ക് ചെയ്ത് നോക്കാം. എ എന്ന് പറയുന്നത് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ പ്ലസ് എ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ ഈക്വൽ ടു ഐഡന്റിറ്റി മാട്രിക്സ്, ദാറ്റ് ഈസ് 1 0 0 1. ആഡ് ചെയ്ത് നോക്കിയേ. കോസ് ആൽഫ 2 കോസ് ആൽഫ, ഇത് ആഡ് ചെയ്യുമ്പോൾ 0 വരും അല്ലെ. മൈനസ് സൈൻ ആൽഫ പ്ലസ് സൈൻ ആൽഫ 0 വരും. ദെൻ അഗൈൻ ഇവിടെ 0 2 കോസ് ആൽഫ ഈക്വൽ ടു എന്ത് വരും, 1 0 0 1 വരും. നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. രണ്ട് മെട്രിക്സ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ടേംസിനെ കറസ്പോണ്ടിങ് ടേംസിനെ ഇക്വേറ്റ് ചെയ്യാം. സോ 2 കോസ് ആൽഫ ഈക്വൽ ടു 1, ദാറ്റ് ഈസ് കോസ് ആൽഫ ഈക്വൽ ടു 1/2. കോസിന്റെ ഏത് ആംഗിൾ ആണ് 1/2 വരുന്നത്, കോസ് 60 ഡിഗ്രി ആണ് 1/2. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആൽഫയുടെ വാല്യൂ എന്ത് വരും, ആൽഫയുടെ വാല്യൂ π/3. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നൗ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The determinant y plus k y plus k y plus k is equal to determinant value കണ്ടുപിടിക്കാം. നോക്കാം നമുക്ക്. സോ ഞാൻ ആദ്യം y plus k ഔട്ട്സൈഡ് എടുത്തു. y plus k ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ബാലൻസ് വരുന്നത് y plus k the whole square അല്ലേ. y plus k the whole square minus y square. ആ ഒരു ടേം കഴിഞ്ഞു. അടുത്തത് പ്ലസ് മൈനസ് y ഇൻറ്റു ഈ രണ്ട് കോളവും റോയും പോയി y ഇൻറ്റു y plus k മൈനസ് y സ്ക്വയർ, y ഇൻറ്റു y plus k മൈനസ് y സ്ക്വയർ. അടുത്ത ടേം പ്ലസ് y ഇൻറ്റു എന്ത് വരും, y സ്ക്വയർ മൈനസ് y ഇൻറ്റു y plus k, y സ്ക്വയർ മൈനസ് y ഇൻറ്റു y plus k. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ലിസൺ, y പ്ലസ് k ഇൻറ്റു ഇവിടെ നോക്കിയേ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, ദാറ്റ് ഈസ് വൈ പ്ലസ് കെ പ്ലസ് വൈ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, വൈ പ്ലസ് കെ മൈനസ് വൈ മൈനസ് വൈ ഇൻറ്റു ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. വൈ സ്ക്വയർ പ്ലസ് കെ വൈ മൈനസ് വൈ സ്ക്വയർ. നൗ പ്ലസ് y ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് കെ വൈ. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതാ നോക്കിയേ y പ്ലസ് കെ ഇൻറ്റു ഇവിടെ 2y പ്ലസ് കെ അല്ലേ, 2y പ്ലസ് കെ ഇൻറ്റു മൈനസ് വൈയും പ്ലസ് വൈയും പോയി കെ മൈനസ് വൈ സ്ക്വയർ മൈനസ് സ്ക്വയർ പോയി ഇപ്പം മൈനസ് കെ വൈ സ്ക്വയർ. അഗെയിൻ ഇവിടെ വൈ സ്ക്വയർ ക്യാൻസലായി മൈനസ് കെ വൈ സ്ക്വയർ തന്നെ വരും, മൈനസ് കെ വൈ സ്ക്വയർ. ബാലൻസ് ഒന്ന് നോക്കിയേ, ദാറ്റ് ഈസ് വൈ പ്ലസ് കെ ഇൻറ്റു ഇവിടെ 2yk പ്ലസ് കെ സ്ക്വയർ മൈനസ് ഇത് 2 ടൈംസ് അല്ലേ 2k വൈ സ്ക്വയർ. നൗ ഇത് ഓപ്പൺ ചെയ്യാം നമുക്ക്. 2y സ്ക്വയർ കെ പ്ലസ് കെ സ്ക്വയർ വൈ പ്ലസ് 2k സ്ക്വയർ വൈ പ്ലസ് കെ ക്യൂബ് മൈനസ് 2k വൈ സ്ക്വയർ. 2k വൈ സ്ക്വയർ ഉണ്ട്, 2k വൈ സ്ക്വയർ ക്യാൻസൽ ആയി പോകും. ബാലൻസ് ഉള്ളത് കെ ക്യൂബ് പ്ലസ് 3
കെ സ്ക്വയർ വൈ. ഇവിടെ നിന്ന് കെ സ്ക്വയറിനെ വെളിയിലെടുക്കാം നമുക്ക്. കെ സ്ക്വയറിനെ വെളിയിലെടുക്കുമ്പോൾ കെ പ്ലസ് കെ പ്ലസ് 3y. കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 3y. ഓപ്ഷനിലുണ്ടോ? കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 3y. ഓപ്ഷൻ ഡി. ക്ലിയർ? ഓക്കെ. So the last option D is the right answer. Now we can move to the next question. That is question number 28. A equal to 1 minus 2 4 2 minus 1 3 is the adjoint of a square matrix B. Then what is B inverse? B inverse ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ B inverseന്റെ ഫോർമുല നമുക്കറിയാം. B inverse equal to 1 by determinant B into adjoint of B. 1 by determinant B into adjoint of B. ആക്ച്വലി ഈ തന്നിരിക്കുന്നത് അഡ്ജോയിന്റ് ഓഫ് ബി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ അഡ്ജോയിന്റ് ഓഫ് ബിക്ക് പകരം നമുക്ക് ആരെ കൊടുക്കാം? എനെ കൊടുക്കാം. 1 by determinant B into എ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് എയുടെ വാല്യൂ, ആക്ച്വലി എ എന്താണ്? എ ഈക്വൽ ടു അഡ്ജോയിന്റ് ഓഫ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് എ എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ എന്ന് കിട്ടും അല്ലെ? ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ. അഡ്ജോയിന്റ് എ ആരായിരുന്നു? അഡ്ജോയിന്റ് എ A equal to adjoint of B. Sorry, ഇവിടെ adjoint of B ആണ് കേട്ടോ. adjoint of B. Determinant of adjoint of B ക്ക് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Determinant B the whole raised to n minus 1 where n is the order of the square matrix. ഇനി determinant A ഒന്ന് നോക്കാം നമുക്ക്. ഇവിടെ നിന്ന് determinant A എന്ത് കിട്ടും? Determinant A equal to 1 ചെയ്യുമ്പോൾ 1 into minus 6. 1 into minus 6. Now plus 2 into 12 minus 12 plus 4 into 4 plus 4 8 വരും. അപ്പോൾ ലാസ്റ്റ് ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ 2 എന്ന് വരും അല്ലേ? അപ്പോൾ ഇവിടെ 2 ഈക്വൽ ടു ഡിറ്റർമിനന്റ് ബി റേസ് ടു 3 minus 1. ഓർഡർ 3/3 ആണല്ലോ. സോ 3 minus 1. അപ്പോൾ ഇവിടെ 2 ഈക്വൽ ടു 2 ഈക്വൽ ടു ഡിറ്റർമിനന്റ് ബി സ്ക്വയർ. ദെൻ ഡിറ്റർമിനന്റ് ബി ഈക്വൽ ടു എന്ത് വരും? പ്ലസ് ഓർ മൈനസ് √2. അപ്പോൾ ഡിറ്റർമിനന്റ് ബിയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് √2 കിട്ടി. നമ്മുടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തേ. എ ബൈ പ്ലസ് ഓർ മൈനസ് √2 ഈസ് ദ ബി ഇൻവേഴ്സ്. എ ബൈ പ്ലസ് ഓർ മൈനസ് √2. അതായത് ലാസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ലാസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. A by plus or minus √2. Now moving to the next question, that is question number 29. Question number 29 എങ്ങനെയാ ചെയ്യുന്നത്? a square minus a raised to 5 minus a raised to 4 minus a cube plus a squareന്റെ വാല്യൂ വേണം. എയുടെ വാല്യൂ ഓൾറെഡി അറിയാം. നമുക്ക് a square ഡയറക്റ്റ് ചെയ്ത് നോക്കാം. a square 1 minus 1 1 1 minus 1 1 1 minus 1 1 into എന്ത് വരും? 1 minus 1 1 1 minus 1 1 1 minus 1 1. എ സ്ക്വയർ ഒന്ന് ചെയ്ത് നോക്കിയേ. എ സ്ക്വയർ ചെയ്യുമ്പോൾ 1 minus 1 1. അപ്പോൾ ഇവിടെ 1 വരും. then again minus 1 1 1 minus 1 1. now 1 minus 1 1. ഇതാണ് എ സ്ക്വയർ കിട്ടുന്നത് കേട്ടോ. ചെയ്ത് നോക്കുക. ദിസ് ഈസ് എ സ്ക്വയർ. എ സ്ക്വയറും ആക്ച്വലി നമ്മുടെ എ തന്നെയല്ലേ? എ സ്ക്വയർ എ തന്നെയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മുടെ ക്വസ്റ്റനിലുള്ള മെട്രിക്സ് തന്നെയാണ്. ദാറ്റ് ഈസ് എ തന്നെയാണ്. എ സ്ക്വയർ എ ആയി കഴിഞ്ഞാൽ എ ക്യൂബ് എന്താകും? എ ക്യൂബ് എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു എ ആ. അതായത് ഇതിനെ എ തന്നെ പിന്നെയും ചെയ്യുന്ന ഒരു എഫക്റ്റാണ് വരുന്നത്. അതും നമ്മുടെ എ തന്നെ കിട്ടും. അപ്പൊ എയുടെ ഏത് പവർ എടുത്താലും എ തന്നെയാണ് ആൻസർ വരുന്നത് അല്ലെ? എയുടെ ഏത് പവർ എടുത്താലും എ തന്നെ ആൻസർ വരും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എയുടെ പവറിന് എ കൊടുക്കുമ്പോൾ എ മൈനസ് എ പ്ലസ് എ ദാ രണ്ടും ക്യാൻസൽ ആയി. ലാസ്റ്റ് ആൻസർ 0. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നൗ moving to the next question, y equal to e raised to minus x, then what is d square y by dx square? dy by dx എന്താന്ന് നോക്കിയേ. dy by dx മൈനസ് e raised to minus x. അതിന്റെ ഡെറിവേറ്റീവ് d square y by dx സ്ക്വയർ എന്ത് കിട്ടും? മൈനസ് ഓൾറെഡി ഉണ്ട്. e raised to minus x എന്റെ ഡെറിവേറ്റീവ് e raised to minus x into minus 1. So the last answer e raised to minus x കിട്ടും. e raised to minus x നമ്മുടെ y അല്ലായിരുന്നോ? So answer y തന്നെ വരും. Option B is the correct answer. Now moving to the next question, question number 31. y equal to e raised to minus x
So it is a question number 30. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. Question number 31. X equal to 2, just wait, x equal to t square plus 1. Y equal to 2at. കണ്ടുപിടിക്കേണ്ടത് d square y by dx square at t equal to a. നമുക്ക് ആദ്യം dy by dx കണ്ടുപിടിച്ച് നോക്കാം. dy by dx എന്ത് കിട്ടും? പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ആണ്. dy by dt ആദ്യം ചെയ്യാം അല്ലേ? dy by dt ചെയ്യുമ്പോൾ 2a. Now dx by dt ചെയ്യുമ്പോൾ 2t. So the answer a by t എന്ന് കിട്ടും. അപ്പോൾ dy by dx a by t ആണെങ്കിൽ what is d square y by dx square? a by t യുടെ a കോൺസ്റ്റന്റ് ആണ്. 1 by t ചെയ്യുമ്പോൾ -1 by t square. ഡിഫറൻസിയേഷൻ തീർന്നിട്ടില്ല, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് ചെയ്യണം അല്ലേ? ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. ഓക്കെ, എക്സ് ടി സ്ക്വയർ പ്ലസ് 1 ആണ്. സോ ഡി എക്സ് ബൈ ഡി ടി എന്ത് കിട്ടും? 2t കിട്ടും. അപ്പൊ ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1 by 2t ചെയ്താൽ പോരെ? റെസിപ്രോക്കൽ എടുക്കുക. ദാറ്റ് ഈസ് മൈനസ് എ ബൈ ടി സ്ക്വയർ ഇൻറ്റു 1 by 2t. അപ്പോൾ ദാറ്റ് ഈസ് മൈനസ് എ ബൈ 2t ക്യൂബ്. ഇനി ഡിഫറൻസിയേഷൻ സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് ടി ഈക്വൽ ടു എയിലാണ് കണ്ടുപിടിക്കേണ്ടത്. ടി ഈക്വൽ ടു എയിൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് എ ബൈ 2a ക്യൂബ്. എയും എയും ഒരേയും ക്യാൻസലായി. -1 by 2a സ്ക്വയർ. -1 by 2a സ്ക്വയർ ഇസ് ദ ലാസ്റ്റ് ആൻസർ. ഓപ്ഷനിലുണ്ടോ നോക്കിയേ? -1 by 2a സ്ക്വയർ. -1 by 2a square. Option B is the correct answer. Now moving to the next question. The function f of x square when x less than 1, 2 minus x when x greater than or equal to 1. അപ്പം നമുക്ക് അതിന്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആകുമ്പോൾ എക്സ് സ്ക്വയർ ആണ് അല്ലേ? y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പരാബോളയാണ്. സോ എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 1. 1ന് തൊട്ട് മുമ്പ് വരെ പരാബോള പോകും. 1ന് ഗ്രേറ്റർ ആകുമ്പോൾ 2 മൈനസ് എക്സ് ആ. അപ്പം ഞാൻ എക്സിന് 1 കൊടുത്താൽ 2 മൈനസ് 1 1 വരും. അപ്പോൾ 1 1 എന്ന് പറയുന്ന പോയിന്റ് മുതൽ അതൊരു ലൈനാണ്. 2 മൈനസ് എക്സ് എന്ന് പറയുന്ന ലൈനാ. ഇവിടെ ബ്രേക്ക് ഇല്ല കേട്ടോ, ഇവിടെ ബ്രേക്ക് ഇല്ല, ഇങ്ങനെ പോകുന്ന ലൈനാ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷാർപ്പ് ബെൻഡിങ് ഉള്ള ഒരു ഗ്രാഫും എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. ഈ ഗ്രാഫ് കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല, നോട്ട് കണ്ടിന്യൂസ് എന്നേ ഉള്ളൂ. ഇവിടെ ബ്രേക്ക് ഒന്നുമില്ല, കറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഷാർപ്പ് ബെൻഡിങ് ഉള്ള ഗ്രാഫ് ഒന്നും എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. അതുകൊണ്ട് തന്നിരിക്കുന്ന ഗ്രാഫ് എന്താന്ന് പറയാം? ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയാം. നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1ലാണ് ഷാർപ്പ് ബെൻഡിങ് വന്നത്. Now the next question. The curve x square minus xy plus y square equal to 27 has tangent parallel to x axis. ടാൻജന്റ് എക്സ് ആക്സിന് പാരലൽ ആയി കഴിഞ്ഞാൽ, ടാൻജന്റ് എക്സ് ആക്സിന് പാരലൽ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ സ്ലോപ്പ് 0 ആണല്ലേ? സ്ലോപ്പ് 0 മീൻസ് ഡി വൈ ബൈ ഡി എക്സ് ആണ് 0. ഡി വൈ ബൈ ഡി എക്സ് 0 എന്ന് കിട്ടും. അപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡി വൈ ബൈ ഡി എക്സ് ഒന്ന് കണ്ടുപിടിക്കാം. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. സോ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. രണ്ട് സൈഡും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയേ. 2x മൈനസ്, ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ചെയ്യണം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് പ്ലസ് ഇവിടെ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. That is 2x minus x into dy by dx minus y plus 2y dy by dx equal to 0. ഇവിടുന്ന് dy by dxന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എന്നിട്ട് അതിനെ നമുക്ക് 0യോട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ dy by dx ഔട്ട്സൈഡ് എടുക്കുമ്പോൾ 2y മൈനസ് എക്സ്, ഇവിടെ ചെയ്യുമ്പോൾ y മൈനസ് 2x. ദാറ്റ് ഈസ് dy by dxന്റെ വാല്യൂ എന്ത് കിട്ടും? dy by dx y മൈനസ് 2x ബൈ 2y മൈനസ് എക്സ് എന്ന് കിട്ടും. ഡി വൈ ബൈ ഡി എക്സ് 0 ആണ്. നമുക്കപ്പോൾ ഈ ക്വാണ്ടിറ്റീനെ 0യോട് ഇക്വേറ്റ് ചെയ്യാം. അവിടെ ഇപ്പോൾ എന്ത് കിട്ടും? y മൈനസ് 2xന്റെ വാല്യൂ 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് y ഈക്വൽ ടു 2x എന്ന് കിട്ടും. y ഈക്വൽ ടു 2x എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന പെയറിനെ നിങ്ങൾ ഇനി കണ്ടുപിടിച്ചാൽ മതി. y ഈക്വൽ ടു 2x എന്ന് പറയുന്ന സാറ്റിസ്ഫൈ ചെയ്യുന്ന പെയർ ഏതാ? ദാ ഇവിടെ നോക്കിയേ, y ഈക്വൽ ടു 2x ആണോ? 6 ഈക്വൽ ടു 2 ഇൻറ്റു 3 ആണ്. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെയോ -6 ഈക്വൽ ടു 2 ഇൻറ്റു -3 ആണ്. ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ദ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ബാക്കി 3 ഓപ്ഷൻ നോക്കിയാലും y ഈക്വൽ ടു 2x എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതായത് ഫസ്റ്റ് പെയർ എക്സ് കോർഡിനേറ്റിന്റെ ഡബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഡബിൾ ഓഫ് എക്സ് കോർഡിനേറ്റ് ആണ് y എന്നുള്ള കണ്ടീഷൻ ബാക്കി 3ലും സാറ്റിസ്ഫൈ ചെയ്യില്ല. നോക്കിയേ, ഇവിടെ നോക്കിയേ, -6 2 ഇൻറ്റു 3 അല്ല, 6 2 ഇൻറ്റു -3 ഇല്ല, മൈനസ് വരുന്നില്ല. അപ്പോൾ ബിയും സിയും ഡിയും ഓപ്ഷൻസ് നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല.
കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ മാത്രമാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A wire of length 20 centimeter is bent in the form of a sector of a circle. അപ്പോൾ സെക്ടറിന്റെ ഷേപ്പില് വയർ ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുക അല്ലെ. സെക്ടറിന്റെ ഷേപ്പ് നിങ്ങൾക്കറിയാം, ഈ ഒരു ഷേപ്പാണ്. സെക്ടറിന്റെ ഷേപ്പില് വയർ 20 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള വയർ ബെൻഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് മാക്സിമം ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, സെക്ടറിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താ? ഏരിയ ഈക്വൽ ടു 1/2 ഇൻറ്റു ആർ സ്ക്വയർ തീറ്റയാണ്. അപ്പൊ ഇത് ആറാണ്, ഇതെല്ലാണ് സെക്ടറിനെ ബേസ് ചെയ്ത്. 20 മീറ്റർ വയർ ആണ് ഫുൾ ബെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവരുടെ പെരിമീറ്റർ 20 ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ആർ പ്ലസ് ആർ 2r പ്ലസ് എൽ ആണ് 20 എന്ന് പറയുന്നത്. 2r പ്ലസ് എൽ ഈക്വൽ ടു 20 സെന്റിമീറ്റർ. ഇനി ഏരിയ 1/2 ഇൻറ്റു ആർ സ്ക്വയർ തീറ്റയാണ്. നമുക്ക് സെക്ടർ റേഡിയസും ലെങ്ത് ഓഫ് ആർക്കും ഉണ്ടെങ്കിൽ തീറ്റ റേഡിയനിലും ആണെങ്കിൽ നമ്മുടെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, എൽ ഈക്വൽ ടു ആർ തീറ്റ. എൽ ആർ തീറ്റ ആണെങ്കിൽ തീറ്റയ്ക്ക് പകരം നമുക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? തീറ്റയ്ക്ക് പകരം എൽ ബൈ ആറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ആറും ക്യാൻസലായി 1/2 ഇൻറ്റു എൽ ആർ ആണ് നമ്മുടെ ഏരിയ. 1/2 ഇൻറ്റു എൽ ആർ. ഇനി ഏരിയ 1/2 ഇൻറ്റു എൽ ആർ ആണ്. നമുക്കിവിടെ എല്ലിന് പകരം എന്ത് കൊടുക്കാം? എല്ലിന് പകരം 20 മൈനസ് 2r എന്ന് കൊടുക്കാം. എല്ലിന് പകരം 20 മൈനസ് 2r. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എ ഈക്വൽ ടു 1/2 ഇൻറ്റു ആർ ഇൻറ്റു 20 മൈനസ് 2r. ക്യാൻസൽ ചെയ്യുമ്പോൾ 20/2 10 ആണ്. 10r മൈനസ് ആർ സ്ക്വയർ എന്ന് കിട്ടും. ഏരിയ 10r മൈനസ് ആർ സ്ക്വയർ. ഏരിയ മാക്സിമം ആണല്ലേ. മാക്സിമം മീൻസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 വരണം. എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. ഡി എ ബൈ ഡി ആർ എന്ത് കിട്ടും? 10 മൈനസ് 2r. ഞാൻ ഇതിൽ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഡെറിവേറ്റീവിനെ സീറോയോട് ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 10 മൈനസ് 2rനെ സീറോയോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 10 ഈക്വൽ ടു 2r എന്ന് കിട്ടും. സോ ദാറ്റ് ആറിന്റെ വാല്യൂ 5 കിട്ടും. ആറിന്റെ വാല്യൂ 5 ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ എന്ത് കിട്ടും? എൽ ഈക്വൽ ടു 20 മൈനസ് 2r ആണ്. 20 മൈനസ് 10 വരും. ദാറ്റ് ഈസ് 10. എൽ 10 ആണ്, ആർ 5 ആണ്. എൽ ഈക്വൽ ടു 10, ആർ ഈക്വൽ ടു 5. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/2 ഇൻറ്റു ആർ 5 ആണ്, എൽ 10 ആണ്. സോ നോക്കിയേ 25 സ്ക്വയർ സെന്റിമീറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷനിലുണ്ടോ നോക്കിയേ? 25. യെസ്, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഒരു കാര്യം ശ്രദ്ധിക്കുക, സെക്ടറിന്റെ ഇക്വേഷൻ എന്താണ്? ഏരിയയുടെ ഇക്വേഷൻ 1/2 ഇൻറ്റു ആർ സ്ക്വയർ തീറ്റയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. പിന്നെ ഡെറിവേറ്റീവിനെ സീറോയോട് ഇക്വേറ്റ് ചെയ്ത് ആറ് കണ്ടുപിടിക്കുക. മാക്സിമം ആകണ ക്വസ്റ്റ്യനിൽ. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫംഗ്ഷൻ എക്സ് മൈനസ് സൈൻ എക്സ് ഡിക്രീസസ്. ഫംഗ്ഷൻ ഡിക്രീസ് ആവണമെങ്കിൽ എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആവണം. ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ? 1 മൈനസ് കോസ് എക്സ് ആണ്. 1 മൈനസ് കോസ് എക്സ് ലെസ് ദാൻ 0 ആവുക എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ 1 ലെസ് ദാൻ കോസ് എക്സ്. അല്ലെങ്കിൽ എന്ത് പറയാം? കോസ് എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 വരണം. കോസ് എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 വരുമോ? ഇല്ല. കാരണം -1നും 1നും ഇടയ്ക്കാണ് കോസ് എക്സ് ലൈ ചെയ്യുന്നത്. അപ്പൊ കോസ് എക്സിന്റെ വാല്യൂ ഒരിക്കലും 1നേക്കാളും ഗ്രേറ്റർ ആവില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എക്സിന് ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ദർ ഈസ് നോ വാല്യൂ ഫോർ എക്സ്. So option D is the right answer. Now moving to the next question. Theta is the if theta is the angle of intersection between the curve y square equal to 4ax and ay equal to 2x square at a to a. അപ്പോൾ then what is tan theta? എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. സോ കർവ് വരച്ച് നോക്കാം നമുക്ക്. y square equal to 4ax. ആണ്. y equal to 2x square എന്ന് പറഞ്ഞാൽ ഈ ഒരു കർവാണ് കേട്ടോ. ഇതിവിടെ ടച്ച് ചെയ്യും. y square equal to not ay equal to 2x square. ഇനി ഇവരുടെ ഇന്റർസെക്ഷന്റെ ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഈ രണ്ട് പോയിന്റിലും ടാൻജന്റ് വരയ്ക്കും അല്ലെ. ടാൻജന്റ് വരച്ചിട്ട് ഈ ഒരു ആംഗിൾ ആണ് തീറ്റ. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്താണ്? ടാൻ തീറ്റ ഈക്വൽ ടു മോഡ് m2 മൈനസ് m1 ബൈ 1 പ്ലസ് m1 m2. m1ഉം m2ഉം സ്ലോപ്പ് ആണ്. അപ്പൊ ഇവിടെ ടാൻജന്റ്, രണ്ട് ലൈനിന്റെയും ടാൻജന്റ് കണ്ടുപിടിക്കണം, സ്ലോപ്പ് കണ്ടുപിടിക്കണം.
സോ m1 കണ്ടുപിടിക്കാം. dy/dx എന്താണ്? അറ്റ് a2a ആട്ടോ, അറ്റ് a2a. അറ്റ് a2a എന്ത് വരും? dy/dx ഫസ്റ്റ് കർവ് എന്താ? y² = 4ax ആണ്. സോ 2y ഇൻറ്റു dy/dxന്റെ വാല്യൂ 4a ആണ്. dy/dxന്റെ വാല്യൂ 4a/2y. അറ്റ് a2a എന്ന് പറഞ്ഞാൽ എക്സിന് a കൊടുക്കുക, വൈക്ക് 2a കൊടുക്കുക. വൈക്ക് 2a കൊടുക്കുമ്പോൾ 4a/4a എന്ന് വരും, 1 വരും. അപ്പോൾ m1ന്റെ വാല്യൂ 1 ആണ് കേട്ടോ. m1ന്റെ വാല്യൂ 1 ആണ്. ഇതുപോലെ തന്നെ m2 കണ്ടുപിടിക്കാം. m2ന്റെ ഇക്വേഷൻ എന്താണ്? ലിസൺ, ay = 2x² അല്ലേ? ay = 2x² ആണ്. സോ a ഇൻറ്റു dy/dx = 4x വരും. dy/dxന്റെ വാല്യൂ 4x/a വരും. അറ്റ് a2a ആണ്. അപ്പോൾ 4a/a 4 വരും. സോ m1ന്റെ വാല്യൂ -1ഉം m2ന്റെ വാല്യൂ 4ഉം. m1ന്റെ വാല്യൂ എത്രയാണ്? 1ഉം m2ന്റെ വാല്യൂ 4ഉം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം നമുക്കിവിടെ. ദാറ്റ് ഈസ് മോഡ് 4 - 1/1 + 1 × 4. അപ്പം എന്ത് വരും? മോഡ് 3/5. ടാൻ തീറ്റയുടെ വാല്യൂ 3/5 എന്ന് കിട്ടി. ക്വസ്റ്റ്യൻ ടാൻ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, 3/5. ക്ലിയർ അല്ലേ? നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The maximum value of z equal to 3x plus 4y subject to the constraint x greater than or equal to 0, y greater than or equal to 0 and x plus y less than or equal to 1. So നമുക്കിതൊന്ന് വരച്ചു നോക്കാം. x greater than or equal to y greater than or equal to 0 എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ. x plus y less than or equal to 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 0 കൂടെ പാസ് ചെയ്യും, പിന്നെ 0 1 കൂടെയും പാസ് ചെയ്യും. ഈ ഒരു ലൈനാണ്. ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയൺ ആണ്. അപ്പോൾ ഫീസിബിൾ റീജിയൺ ഇതാണ് കേട്ടോ. ഫീസിബിൾ റീജിയൺ ഇതാ. മാക്സിമം വാല്യൂ അപ്പോൾ നമുക്ക് 0 1 എത്രയാണെന്ന് നോക്കാം. ലിസൺ, 0 1 വരുമ്പോൾ 3 × 0 0 4 വരും അല്ലേ? 0 1 4 ആണ്. നൗ 1 0 എത്രയാ? 1 0 3 × 1 3 വരും. മാക്സിമം വാല്യൂ അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ മാക്സിമം വാല്യൂ എത്രയാണ്? 4 ആണ്. കറക്റ്റ് ആൻസർ. 1 1 എന്ന് പറയുന്ന പോയിന്റ് ഇല്ല, ചിലർക്ക് തെറ്റിപ്പോവും. 1 1 ഇട്ട് കൊടുത്ത് 7 എന്ന് എഴുതരുത്. 4 ആണ് കറക്റ്റ് ആൻസർ. നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 38. The feasible region of an LPB is given in the following figure. 52 0, 76 0, 0 38, 0 104. Then the constraints of the LPP are x greater than or equal to 0, y greater than or equal to 0 and നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസിൽ ഏതാ കറക്റ്റ് എന്ന് നോക്കാം. നമുക്ക് ആദ്യം ഓപ്ഷൻ എ നോക്കാം കേട്ടോ. ഓപ്ഷൻ എയിൽ എക്സ് 0 വന്നാൽ വൈയുടെ വാല്യൂ 52. അപ്പോൾ 0 52 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടോ? 0 52 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇല്ല, പക്ഷെ 52 0 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എ അല്ല എന്താണെങ്കിലും. നൗ മൂവിങ് ടു ദ സെക്കൻഡ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷനിൽ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ 104. 0 104 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടോ? 0 104 ഇതാ ഉണ്ടല്ലേ. 0 104 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. നൗ വൈക്ക് 0 കൊടുത്താൽ എക്സിന്റെ വാല്യൂ 52. അപ്പോൾ 52 0 എന്ന് പറയുന്ന ഒരു പോയിന്റും ഉണ്ട്. നൗ ഇവിടെയോ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ 38. അപ്പോൾ 0 38 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. നൗ വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 76. സോ 76 0 എന്ന് പറയുന്ന ഈ പോയിന്റും ഉണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഈസ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. So we can conclude that option B is the correct answer. So the next question, if the minimum value of an objective function z equal to ax plus by occurs at 2 points 34 and 43. ഈ രണ്ട് പോയിന്റിലും മിനിമം വാല്യൂ ഒക്കർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് പോയിന്റിലും മിനിമം വാല്യൂ എടുത്ത് ഇക്വേറ്റ് ചെയ്താൽ മതി. 3 4 മിനിമം വാല്യൂ എത്രയായിരിക്കും? 3 4 കൊടുക്കുമ്പോൾ 3a plus 4b. 4 3 കൊടുക്കുമ്പോൾ 4a plus 3b. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തേ. 4a minus 3a a വരും, 4b minus 3b b വരും. a equal to b. വളരെ സിമ്പിൾ അല്ലേ? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 40. For the following LPP, maximize z equal to 3x plus 4y when x minus y greater than or equal to -1, x less than or equal to 3. നമുക്കൊന്ന് LPP വരച്ചു നോക്കാം. x less than or equal to 3 എന്ന് പറയുമ്പോൾ x equal to 3യിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈൻ. So x less than or equal to 3. x minus y
ഈക്വൽ ടു -1 കൊടുത്ത് നോക്കാം. xy ഈക്വൽ ടു -1 ആണെങ്കിൽ എക്സിന് 0 വരുമ്പോൾ വൈക്ക് 1. അപ്പോൾ 0, 1 എന്ന് പറയുന്ന ഈ പോയിന്റ് വരും. 0, 1 എന്ന് പറയുന്ന പോയിന്റ് വരും. നൗ വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന് -1 വരും അല്ലേ. അപ്പോൾ ദാ -1, 0 എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഇതിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈനാണ് ഇങ്ങനെ കട്ട് ചെയ്ത് പോവുക. അപ്പം നമുക്ക് ഈ ഒരു റീജിയൻ ആണ് കേട്ടോ. ഇതിനേക്കാളും ഗ്രേറ്റർ ദാൻ -1 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് നോക്കുക. മാക്സിമം വൈസ് വാല്യൂ അല്ലേ കണ്ടുപിടിക്കണ്ടേ. 3 പോയിന്റ്, ഈ പോയിന്റ്സ് എല്ലാം അറിയാം. ഇത് 3, 0 ആണ്, ഇത് -1, 0 ആണ്. അപ്പോൾ ഈ പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, 2 ലൈൻസും കൂടി ഇക്വേറ്റ് ചെയ്യാം. ഈ ലൈൻ ഏതായിരുന്നു നമ്മുടെ x - y ഈക്വൽ ടു -1 എന്ന് പറയുന്ന ലൈന്. x ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ 3 - y ഈക്വൽ ടു -1, അതായത് y-യുടെ വാല്യൂ 4. അപ്പോൾ 0, 3, 4 എന്ന് പറയുന്ന പോയിന്റ് ആണിത്. 3, 4. ഇനി മാക്സിമൈസ് വാല്യൂ കണ്ടുപിടിക്കണതിന് കുഴപ്പമില്ലല്ലോ. ഓരോ പോയിന്റ് ഇട്ട് കൊടുക്കുക. ആദ്യം നമുക്ക് 3, 4 തന്നെ കൊടുക്കാം. 3, 4 കൊടുക്കുമ്പോൾ 3 × 3 + 4 × 4, 9 + 16, that is 25 is the maximum value. So question number 14 ഓപ്ഷൻ ഏതാണ്, റൈറ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. സോ +2 ടേം 1 എക്സാമിനേഷൻ മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്ത എക്സാമിന്റെ ആൾറെഡി 40 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ ഇതിനെ അഡ്രസ് ചെയ്യാൻ പോകുന്നത്. സോ മൈസെൽഫ് അനന്തു ഫ്രം ടീം കൺസെപ്റ്റ് ആംഗിൾ. സോ ഐ വിൽ അഡ്രസ് ദീസ് ക്വസ്റ്റ്യൻസ് റൈറ്റ് നൗ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു അനാലിസിസ് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ പൊതുവെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ഈസിലി സ്കോറബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു എക്സാമിന് വന്നത്. സ്റ്റിൽ യു മേ ഹാവ് ലോട്ട് ടു ഡു. അത് നിങ്ങൾക്ക് കുറച്ചധികം വർക്കൗട്ട് ചെയ്യാൻ സ്റ്റിൽ ആ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബട്ട് ദ ക്വസ്റ്റ്യൻസ് വേർ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഈസി ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇതിനകത്ത് നിന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ 41 to 50 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അഡ്രസ് ചെയ്യുന്നത്. സോ വി വിൽ ബി ലുക്കിംഗ് ഇൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 41. എ റിലേഷൻ ആർ ഈസ് ഡിഫൈൻഡ്. ഒരു റിലേഷൻ ആർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഓൺ ഇസഡ് അസ് എ റിലേറ്റഡ് ടു ബി. എയും എ ഈസ് റിലേറ്റഡ് ടു ബി. എ റിലേഷൻ ആർ ഈസ് ഡിഫൈൻഡ് ഓൺ എസ് ഇസ്. ഓക്കെ. അപ്പോൾ എ ഈസ് റിലേറ്റഡ് ടു ബി. എങ്ങനെയാണ് എയും ബി റിലേറ്റ് ചെയ്തിരിക്കുന്നത് പറയുന്നുണ്ട്. a² - 7ab + 6b² ഈസ് ഈക്വൽ ടു 0. ഓക്കെ. a² - 7ab + 6b² ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് റിലേഷൻ ഈസ് ദാറ്റ്? ഈ റിലേഷന്റെ പ്രോപ്പർട്ടി എന്താണ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഓപ്ഷൻസ് എല്ലാം എന്തൊക്കെയുണ്ട്? സി റിഫ്ലക്സീവ്, സിമെട്രിക്, റിഫ്ലക്സീവ് നോട്ട് സിമെട്രിക്, ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് റിഫ്ലക്സീവ്, സിമെട്രിക് ബട്ട് നോട്ട് റിഫ്ലക്സീവ്. 4 ഓപ്ഷൻ. അപ്പം നമുക്ക് ഓരോരോ ഓപ്ഷനായിട്ട് ചെക്ക് ചെയ്യാം. സോ ആദ്യം തന്നെ വേണമെങ്കിൽ റിഫ്ലക്സീവ് ആണെന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ റിഫ്ലക്സീവ് ആണെന്ന് ചെക്ക് ചെയ്യുന്ന മുമ്പ് ഞാൻ ഇതിനെ ഒന്ന് ജസ്റ്റ് ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. ഓക്കെ. സോ a² - 7ab + 6b² = 0. So I am writing it as a² - 6 a² - ab - 6ab + 6b² is equal to 0. ഇങ്ങനെ എഴുതി. Now in this way I have written. So അവിടെ നിന്ന് എനിക്ക് a × a - b - 6b × a - b which is equal to 0. അവിടെ നിന്ന് എനിക്ക് ഇങ്ങനെ കിട്ടും a - b × a - 6b equal to 0. ഇപ്പോൾ a - b × a - 6b equal to 0 എന്ന് വന്നു. സോ വാട്ട് ദാറ്റ് ഡിഫറൻസ്? എയ്തർ ഈ ടേം 0 ആവണം അല്ലെങ്കിൽ ഈ ടേം 0 ആവണം. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അത് 0 ആയി മാറും അല്ലേ. സോ ഇഫ് a = b, a - b = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്? a - b 0 എന്ന് പറഞ്ഞാൽ a = b അല്ലേ. എന്ന് പറഞ്ഞാൽ a = b എന്ന് പറഞ്ഞാൽ നിങ്ങൾ b = a എന്ന് കൊടുക്കാം അല്ലേ. നിങ്ങൾ ബിയും എ ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ a ഈസ് ഈക്വൽ ടു b എന്ന് പറഞ്ഞാൽ a എന്താണ്? a തന്നെയാണ് റിഫ്ലക്സ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ആ റിഫ്ലക്സീവ് ഇത് എഴുതുമ്പോൾ എപ്പോഴും a എന്ന് പറഞ്ഞ പാരാമീറ്റർ ഇവിടെ സാറ്റിസ്ഫൈ അല്ലേ. വെൻ യു പുട്ട് x a = a ആൻഡ് b = also a എന്ത് ചെയ്യും? ആ വാല്യൂ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. a = b എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് റിഫ്ലക്സീവ് എന്നാണ് അല്ലേ. സോ ഇറ്റ് ഈസ് റിഫ്ലക്സീവ്. a something it is reflective means a reflecting to a. അത് റിഫ്ലക്സീവ് ആണെന്നാണ് അതിന്റെ മീനിങ് അല്ലേ. a = b എന്ന് പറയുന്നത് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് a തന്നെയാണ് നെറേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് റിഫ്ലക്സീവ് ഓൺ z. സോ ഇറ്റ് ഈസ് റിഫ്ലക്സീവ് ഓൺ z ആണ്. അത് കറക്റ്റ് ആണ്, റിഫ്ലക്സീവ് ആണ്. ആൻഡ് വി ക്യാൻ ലുക്ക് നെക്സ്റ്റ് ടേം a = 6b എന്ന് എടുത്ത് നോക്കുകയാണെങ്കിലോ ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ നോക്കുക. a = 6b. ഇപ്പോൾ a = a നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് അത് റിഫ്ലക്സീവ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നൗ a = 6b നോക്കുക.
അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എ ഈക്വൽ 6b. സപ്പോസ് എ എന്ന് പറയുന്നത് 6 ആണെങ്കിൽ വാട്ട് ഈസ് ബി? സപ്പോസ് എ ഈക്വൽ ടു 6 ആണെന്ന് വിചാരിക്കുക. സോറി, സപ്പോസ് എ ഈക്വൽ ടു 6 ആണെന്ന് വിചാരിക്കുക. സോ വാട്ട് ഹാപ്പൻസ് ടു ബി? സോ 6b ഈക്വൽ ടു 6 വിച്ച് മീൻസ് ബി ഈക്വൽ ടു 1. സോ വി ക്യാൻ സേ എ വാല്യൂ ഓഫ് 61 ഈസ് സാറ്റിസ്ഫൈ. അല്ലെ, ഇതിനകത്ത് 61 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എ ഈക്വൽ ടു 6 ആണെങ്കിൽ ബി ഈക്വൽ ടു 1. സോ ഈ എ മൈനസ് 6b 0 ആവണമെങ്കിൽ എയ്തർ എ ഹാസ് ടു ബി 6 or 1. അത് ഒരു കണ്ടീഷൻ. അപ്പോൾ 6ഉം 1ഉം ഒരു പാരാമീറ്റർ ആണ്. സിമെട്രിക് ആവണമെങ്കിലോ ഇഫ് എ ഇസ് റിലേറ്റഡ് ടു ബി ആണെങ്കിൽ എന്തായിരിക്കണം? ബി ഷുഡ് ബി റിലേറ്റഡ് ടു എ സെയിം വേ തന്നെ ആയിരിക്കണം. അതാണ് സിമെട്രിക് ആണെങ്കിൽ പറയുന്നത് അല്ലേ. എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ എക്സാക്ട്ലി ബി റിലേറ്റഡ് ടു എ തന്നെ ആയിരിക്കണം സിമെട്രിക് ആവുമ്പോൾ. അപ്പോൾ എ റിലേറ്റഡ് ടു ബി ആണ്, ഞാൻ ബി റിലേറ്റഡ് ടു എ ആണോ? 1-6 ചെക്ക് ചെയ്ത് നോക്കാമോ? ആണ് 6-1 ഓക്കെ ആണ്. സോ വാട്ട് ഈസ് 1-6 ചെക്ക് ചെയ്യുമ്പോഴോ എ മൈനസ് 6b എന്നാണ് വരുന്നത് അല്ലേ. സോ ആ ഇക്വേഷൻ നോക്കുക. എക്ക് വരും 1ഉം ബിക്ക് വരും 6ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. കാര്യം തിരിച്ചും അതേ റിലേഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറയും. നമ്മളിപ്പോൾ 6-1 ഓക്കെ ആണെങ്കിൽ അവിടെ 1-6ഉം എക്സിസ്റ്റ് ചെയ്യണം, എന്നാലേ ഇത് സിമെട്രിക് ആവും. സോ അങ്ങനെ കണ്ടീഷൻ നോക്കുക. സോ വി ക്യാൻ സേ എ മൈനസ് 6b എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 1 മൈനസ് 6 into 6 എന്ന് വരും. സോ ദിസ് കനോട്ട് ബി 0. ഇത് 0 അല്ല. ഇപ്പോൾ എ ബി ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. സോ വി ക്യാൻ സേ എ ഈസ് റിലേറ്റഡ് ടു ബി സച്ച് ദാറ്റ് a സ്ക്വയർ മൈനസ് AB പ്ലസ് 6b സ്ക്വയർ ഈക്വൽ ടു 0. പക്ഷേ തിരിച്ച് അതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അല്ലെ. എക്ക് 6, ഞാനിപ്പോൾ എ ബിക്ക് പാരാമീറ്റർ ആയിട്ട് 6-1 എന്ന വാല്യൂ കൊടുത്തു. അപ്പോൾ തിരിച്ച് ഞാൻ 1-6 എന്ന വാല്യൂ കൊടുത്താൽ അത് സാറ്റിസ്ഫൈ ചെയ്യണമായിരുന്നു, പക്ഷേ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. സോ ഐ ക്യാൻ സേ ദാറ്റ് ഈസ് നോട്ട് സിമെട്രിക്. അപ്പോൾ സിമെട്രിക് അല്ല, ഇവിടെ റിഫ്ലെക്സീവ് ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എന്താണ് എ എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സീവ് ആകാൻ കാര്യം എന്താണ്? കാര്യം എയും ബി ഈക്വൽ ആണ്, വിച്ച് മീൻസ് നിങ്ങൾക്കൊരു 1-1 എന്ന പോയിന്റ് എടുത്താൽ അത് കറക്റ്റ് ആവും അല്ലേ. എ ഈക്വൽ ടു ബി ആയതുകൊണ്ട് എന്താ കിട്ടും? എയും ബി ഈക്വൽ ആയാൽ എനിക്ക് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ. ബിക്കോസ് എയും ബിയും ഈക്വൽ ആവുകയാണെങ്കിൽ എനിക്കിവിടെ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എയും ബിയും റിലേറ്റഡ് ആണ്, പക്ഷേ ബിയും എയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് റിലേറ്റ് ആവാത്തതുകൊണ്ട് അത് സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ഈ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കുക. അതിനുവേണ്ടി വരുന്ന രണ്ട് വാല്യൂസ് നോക്കുമ്പോൾ 6-1 എന്ന് പറയുന്ന വാല്യൂ ഓക്കെയാണ്. അപ്പോൾ 6-1 വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 6-1 ഓൾറെഡി ഉണ്ടെങ്കിൽ ആ പാരാമീറ്ററിൽ 1-6ഉം വരണം. പക്ഷേ 1-6 ഇതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് നമുക്ക് അത് സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് റിഫ്ലെക്സീവ് ബട്ട് നോട്ട് സിമെട്രിക്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദിസ് ഈസ് ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, 2 into 2 factorial, 3 into 3 factorial, 4 into 4 factorial, 3 factorial, 4 factorial, 5 factorial. അപ്പോൾ 5 ടേംസ്. ഓക്കെ, ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഡിറ്റർമിനന്റ് വാല്യൂ ഓഫ് ദിസ് വൺ? അപ്പം മാട്രിക്സ് അല്ല, ഒരു ഡിറ്റർമിനന്റ് വാല്യൂ ആണ്, ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ കണ്ടെത്താം? അപ്പോൾ ഇതിന് ചെയ്യാൻ വേണ്ടി യു ക്യാൻ ഹാവ് 1 ഫാക്ടോറിയൽ. ഇപ്പം ഞാൻ സപ്പോസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതുകയാണ്. 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ. നൗ again 2 factorial into 2, 3 factorial into 3, 4 factorial into 4. And similarly you have 3 factorial, 4 factorial, 5 factorial. അപ്പോൾ ഇത് തന്നെയാണ് കണ്ടീഷൻ. സോ നമുക്ക് ഓർക്കേണ്ടത് വാട്ട് ഈസ് n ഫാക്ടോറിയൽ. n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് n into n minus 1 ഫാക്ടോറിയൽ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് n into n മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇവിടെ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഇവിടെ നോക്കുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ. ഞാൻ ഇവിടെ അതേപോലെ എഴുതി. ഇവിടെ നിന്ന് ഈ ഒരു ടേമിൽ നിന്ന് ഞാൻ 2 ഫാക്ടോറിയലിനെ കോമൺ എടുക്കാമെന്ന് വിചാരിക്കുക. സപ്പോസ് 2 ഫാക്ടോറിയൽ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഈ 2 ഫാക്ടോറിയൽ ഔട്ട് സൈഡ് വരും. സോ ഈ ഔട്ട് സൈഡ് വന്നു, ബാക്കി എന്തുണ്ട്? ഇവിടെ 2 ഉണ്ട്. ദെൻ 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്തായിരിക്കും അത്? 3 factorial into 3 by 2 factorial. See, this is n factorial, this is n minus 1 factorial. So this will be 3. ഇത് 3 തന്നെ ആയിരിക്കും അല്ലേ. So this will be 9. And 4 factorial into 4 divided by 2 factorial. അപ്പോൾ ഇവിടെ നിന്ന് ഇത് 4 അവിടെ ഇരുന്നോട്ടെ, ബാക്കി ഇതെന്ത് വരും? ഇതെന്ത് വരും? This is ഇപ്പോൾ 4 ഫാക്ടോറിയലും 2 ഫാക്ടോറിയൽ നോക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് എന്താണ്? വി ക്യാൻ റൈറ്റ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഇൻറ്റു 4 എന്ന് എഴുതാം. ഏതിനെയാണ്? നിങ്ങളുടെ 4 ഫാക്ടോറിയലിനെ ഇൻറ്റു 4 ബൈ 2 ഫാക്ടോറിയൽ. ഇപ്പോൾ 2 ഫാക്ടോറിയൽ പോയി കഴിഞ്ഞാൽ മാറ്റി കഴിഞ്ഞാൽ വി ഹാവ് 3 ഇൻറ്റു 4 ഇൻറ്റു 4. സോ 3 ഇൻറ്റു 4 12 ഇൻറ്റു 4 48 വരും. അഗെയിൻ
ആൻഡ് സിമിലർലി വി ഹാവ് ഇവിടെ നിന്ന് 3 ഫാക്ടോറിയൽ കോമൺ എടുക്കുക. വാട്ട് വിൽ ഹാപ്പൻ? ഈ ടേമിൽ 3 ഫാക്ടോറിയൽ കോമൺ എടുത്തു കഴിഞ്ഞാൽ 3 ഫാക്ടോറിയൽ ഇൻറ്റു ദിസ് ടേം വിൽ ബി 1. ഇതെന്നാണ് n ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ അല്ലേ? 4 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 because n factorial is equal to n into n minus 1 factorial. So this is 4 and this is 5 factorial ആണ്. അപ്പോൾ 4 into 5 കൊടുക്കണം. So 5 factorial by 3 factorial എന്ന് പറയുമ്പോൾ that will be 4 into 5 into 3 factorial by 3 factorial. അപ്പോൾ ഇതും കട്ടായി പോയി. സോ ബാക്കി വരുന്ന 4 into 5 20 ഇങ്ങനെ വരും. ഇനി എന്ത് ചെയ്യണം? സോ നമുക്ക് ഇവിടെ 2 ടേംസ് ബാക്കി വന്നല്ലേ? 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ വന്നു. ഇനി ഇവിടെ നിന്നും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം. ഏതാ? ഒരു കോമൺ ആയിട്ടുള്ള വാല്യൂസ് എടുക്കാം ഈ കോളത്തിൽ നിന്ന്. ഓക്കെ, സോ അത് നോക്കുമ്പോൾ നമുക്കിവിടെ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു ജസ്റ്റ് ഇതിന് വാല്യൂസ് കൊടുക്കുക. 1 ഫാക്ടോറിയൽ ഈസ് 1, 2 ഫാക്ടോറിയൽ ഈസ് 2, 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 6 അല്ലേ? 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6. Again 2, 9, 48 and 1, 4, 20 വാല്യൂസ് കൊടുക്കുക. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ. അപ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, വേണമെങ്കിൽ ഒരെണ്ണം കൂടെ കോമൺ എടുക്കാം. 6, 48, 20 ഉണ്ട് അല്ലേ? ഒരു 2 കൂടെ വേണമെങ്കിൽ പുറത്തെടുക്കാം. പുറത്തെടുത്തിട്ട് വേണമെങ്കിൽ ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. സോ ഫൈനലി ഇത് സോൾവ് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ വാല്യൂ അറൌണ്ട് -24 എന്ന് വാല്യൂ കിട്ടും. സോ യു വിൽ ഗെറ്റ് ദ വാല്യൂ അറൌണ്ട് -24. ചെറിയ സ്റ്റെപ്സേ ഉള്ളൂ, നിങ്ങൾ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഇതിനകത്തില്ല. So again you will get the value of -24 and here it is reflexive but not symmetric. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾക്ക് 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 to 10 മിനിറ്റ്സ് മാത്രമേ ഇതിലേക്ക് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ തന്നെ ടൈം ഫ്രെയിം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. സോ കമ്മിങ് ടു തേർഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇഫ് 2 മെട്രിക്സ് ഉണ്ട്, ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് ഉണ്ട്, ദെൻ വി ഹാവ് here a set of term അല്ലേ? if 1 minus tan theta 1 and 1 tan theta minus tan theta 1 അല്ലേ, അതിന്റെ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എ ബി മൈനസ് ബി എ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എയും ബിയും എന്താണ്? ഇതിൽ നിന്ന് എയും ബിയും എന്താണെന്ന് അഡ്രസ് ചെയ്യുക. ഓക്കെ, ഈ 2 ടേമിൽ നിന്ന് എയും ബിയും അഡ്രസ് ചെയ്യുക. സോ ദിസ് ഈസ് ഇതിന്റെ ഇൻവേഴ്സ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ? സി, ഇതിന്റെ ഇൻവേഴ്സ് ആണ് വേണ്ടത്. ഈ ടേമിന്റെ ഇൻവേഴ്സ് അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം 1 മൈനസ് ടാൻ തീറ്റ ഈ ടേമിനെ മാറ്റി വെച്ചു. ടാൻ തീറ്റ 1. ബാക്കി ഇതിന്റെ ഇൻവേഴ്സ് 1 ടാൻ തീറ്റ മൈനസ് ടാൻ തീറ്റ 1ന്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ഇതിന്റെ അഡ്ജെ എടുക്കണം അല്ലേ? എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജെ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. അപ്പോൾ വാട്ട് ഈസ് അഡ്ജെ? ഇതിന്റെ 2/2 മെട്രിക്സ് ആണ്. അപ്പോൾ ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സിന്റെ ആദ്യം കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ അഡ്ജെ എടുക്കണം. ഇതിന്റെ അഡ്ജെ എന്താണ്? ഇതിന്റെ അഡ്ജെ എന്ന് പറയുന്നത് നിങ്ങൾ ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്ലേസ് ചെയ്യുക, ദെൻ ഇതിന്റെ സൈൻ മാറ്റി ഇടുക അല്ലെ? സിംപ്ലി യു വിൽ ഗെറ്റ് സോ മൈനസ് ടാൻ തീറ്റ ആൻഡ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. വാട്ട് ഈസ് ഡിറ്റർമിനന്റ് എ? ഡിറ്റർമിനന്റ് ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ് 1 പ്ലസ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ. സോ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ വാല്യൂ കിട്ടുന്നത്. സോ നമ്മൾ നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് around 1 minus tan theta by tan theta 1 minus tan theta 1 okay divided by 1 minus tan theta 1 രണ്ട് ഒരേ മെട്രിക്സ് അല്ലേ? ഡിവൈഡഡ് ബൈ 1 plus tan square theta. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഇവിടെ എഴുതുകയാണെങ്കിൽ 1 minus tan theta അതേപോലെ വി ഹാവ് tan theta 1 മെട്രിക്സ്, ദെൻ അഗെയിൻ you have 1 minus tan theta 1 1 minus tan theta 1 divided by sec square theta അല്ലേ? എന്തുകൊണ്ടാണ് 1 plus tan square theta എന്ന് പറയുന്നത് sec square theta ആണ്. സോ ഇതിനെ വേണം നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ. സോ ആദ്യം ഇതിനെ സോൾവ് ചെയ്ത് കണ്ടെത്തുക. സോ നമുക്ക് ആദ്യം റോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ദാറ്റ് ഈസ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അല്ലേ? സോ 1 you have first row first column, so that will be 1
minus, so you have 1 minus tan square theta, 1 minus tan square theta, 1 minus tan square theta, then first row second column, so ഇവിടെ വരുമ്പോൾ minus tan theta minus tan theta, minus tan theta minus tan theta, minus 2 tan theta എന്ന് വരും. Because we have minus tan theta into minus tan theta, so again minus 2 tan theta, and tan theta, then second row first column, so tan theta plus tan theta, again 2 tan theta, second row second column minus tan square theta plus 1. So ഇങ്ങനെ വാല്യൂസ് കിട്ടി. സോ ഇവിടെ നിന്ന് ബൈ യു ഹാവ് എ sec square theta. അപ്പോൾ നമുക്ക് ഓരോ ടേംസിനെ നോക്കാം, 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ sec square തീറ്റ. അപ്പോൾ ഓരോരോ ടേംസിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് എഴുതാം അതിനകത്തേക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഓഫ് ടാൻ സ്ക്വയർ തീറ്റ ബൈ sec square തീറ്റ. ഓക്കെ, അതേപോലെ minus 2 tan തീറ്റ ബൈ sec square തീറ്റ divided by 2 tan theta by sec square theta, and minus same term തന്നെയാണ് 1 minus tan square theta by sec square theta. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഏകദേശ ഫോമിലേക്ക് വന്നു. a മൈനസ് ബി, ബി മൈനസ് എ എന്ന് പറഞ്ഞൊരു ഫോമിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. സി നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇപ്പോൾ എ എന്ന് പറയുന്നത് ഈ ക്യാൻ റൈറ്റ് വാട്ട് എ എന്ന് പറയുന്നത് സി ആ ഒരു ഫോമിലേക്ക് എത്തി അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ബി എ, എ മൈനസ് ബി ബി എ, ഈ ഒരു ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ എ എന്ന് പറയുന്നത് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ sec സ്ക്വയർ തീറ്റ. അതേപോലെ ബി എന്ന് പറയുന്നത് 2 ടാൻ തീറ്റ ബൈ sec സ്ക്വയർ തീറ്റ. ഇതിനെ ഒന്നുകൂടെ നമുക്കൊന്ന് റിഫൈൻ ചെയ്തെടുക്കാം. സോ ഒന്നുകൂടെ സോൾവ് ചെയ്തെടുക്കുകയാണെങ്കിൽ 1 ബൈ sec സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ sec സ്ക്വയർ തീറ്റ. സോ ദിസ് ഈസ് വാട്ട്, ദിസ് ഈസ് കോസ് സ്ക്വയർ തീറ്റ, ദിസ് ഈസ് ടാൻ സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റ, ദിസ് വിൽ ബി സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും ഈ ടേം. അതേപോലെ ഈ ടേം ചെയ്യുമ്പോൾ 2 ഇൻറ്റു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇൻറ്റു sec സ്ക്വയർ തീറ്റ എന്നാണ്. സോ ദാറ്റ് വിൽ ബി 1 ബൈ sec സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ മോളിൽ പോവും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് വൺ. സോ ദിസ് വിൽ ബി കോസ് 2 തീറ്റ, കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ് കോസ് 2 തീറ്റ, ആൻഡ് ദിസ് വിൽ ബി 2 സൈൻ തീറ്റ, ഇവിടെ കോസ് തീറ്റയും കോസ് തീറ്റയും പോയി കഴിഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ, അതെന്തായിരിക്കും ദാറ്റ് ഈസ് സൈൻ 2 തീറ്റ. അപ്പോൾ എ എന്ന് പറയുന്നത് കോസ് 2 തീറ്റ, ബി എന്ന് പറയുന്നത് സൈൻ 2 തീറ്റ. അതിന്റെ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്. വി ഹാവ് എ ഇസ് ഈക്വൽ ടു കോസ് 2 തീറ്റ, ബി ഈക്വൽ ടു സൈൻ 2 തീറ്റ. സോ ഇതാണ് അതിന്റെ ആൻസർ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്ന് റിഫൈൻ ചെയ്തെടുത്താൽ മാത്രം മതി ഈ ഒരു ആൻസറിലേക്ക് എത്താൻ. സോ നമുക്ക് നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The normal to the curve 3y is equal to 6x minus 5x cube at the point 1, 1/3 passes through the point. ഏത് പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നുള്ളത്? സോ 3, 1, 3, 2, 2, 3, 1, 1. ഇപ്പോൾ 4 ഓപ്ഷൻസ്. അതായത് ഒരു കർവ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പോൾ ഈ കർവിന് നമുക്കൊരു പോയിന്റ് ടാൻജന്റ് വരയ്ക്കണമെങ്കിൽ, ഈ പോയിന്റ് ടാൻജന്റ് വരയ്ക്കണമെങ്കിൽ ഇതാണ് അതിന്റെ ടാൻജന്റ്. അപ്പോൾ കർവിന്റെ അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് ആയിരിക്കും അവിടുത്തെ കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പോയിന്റിലും നിങ്ങൾക്ക് നിങ്ങളുടെ dy/dx അല്ലെങ്കിൽ സ്ലോപ്പ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പോയിന്റിലെ dy/dx എന്ന് പറയുന്നത് അവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുക, അതിന്റെ സ്ലോപ്പ് എടുക്കുക. അപ്പോൾ ഏതൊരു പർട്ടിക്കുലർ പോയിന്റിൽ dy/dx എടുക്കുക, അവിടുത്തെ നോർമൽ കണ്ടെത്തുക, ആ നോർമൽ ഏത് പോയിന്റിലൂടെ പോകുന്നു എന്ന് പറയുക. എന്ന് പറയുകയാണെങ്കിൽ സപ്പോസ് നിങ്ങൾക്ക് ഒരു കർവ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്നു ദ നോർമൽ ടു ദ കർവ് അറ്റ് ദാറ്റ് പോയിന്റ് 1, 1/3. അപ്പോൾ 1, 1/3 എന്ന് പറഞ്ഞ പോയിന്റ്, സപ്പോസ് ദിസ് ഈസ് 1, 1/3. ഈ പോയിന്റിലൂടെ പോകുന്ന നോർമൽ, ഈ നോർമൽ വേറെ ഏതോ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദിസ് നോർമൽ ഈ കർവിന്റെ നോർമൽ 1, 1/3 പോകുന്ന ഒരു നോർമലാണ് ഈ കാണുന്നത്. ആ നോർമൽ വേറെ ഏതോ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് സപ്പോസ് XY ആണെങ്കിൽ വാട്ട് ഈസ് ദാറ്റ് XY എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഈ കർവിന്റെ നോർമൽ ഏതോ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, ആ XY എത്രയാണെന്ന് കണ്ടെത്തണം. അപ്പൊ അതിന് വേണ്ടി എന്ത് ചെയ്യാം? കർവ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ കർവിന്റെ ടാൻജന്റ് ആദ്യം കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ടാൻജന്റ് കണ്ടുപിടിക്കാം. ആ ടാൻജന്റും നോർമലോട്ടും 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നു നമ്മൾ പറഞ്ഞെടുത്താൽ മതി. സോ ആദ്യം ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടെത്തുക. സോ വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്? അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് dy/dx. dy/dx കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ യു ഫൈൻഡ് dy/dx. അപ്പോൾ dy/dx കണ്ടെത്തുക. അപ്പോൾ dy/dx കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക അല്ലെ. ഡെറിവേറ്റീവ് എന്താണ്? 3y, നമ്മൾ ആ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതുവാണെങ്കിൽ
3y is equal to 6x minus 5x cube എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ്, സോ ഐ ക്യാൻ റൈറ്റ് y is equal to ഈ 3 താഴെ കൊണ്ടുപോകണമെങ്കിൽ 2x minus 5/3x cube എന്ന് വരും. സോ ഫൈൻഡ് ഔട്ട് dy by dx. സോ dy by dx കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു 2 minus 5x square എന്ന് വരും. സോ ദിസ് വിൽ ബി dy by dx. അപ്പോൾ dy by dx എന്ന് പറയുന്നത് ഈ സ്ലോപ്പാണ്. അപ്പോൾ അതിന് എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആയിട്ട് സ്ലോപ്പ് വേണമെങ്കിലോ വി നോ ദ പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്സ് ആർ -1 അല്ലേ. ടാൻജന്റിന്റെ നോർമലിന്റെ സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് -1 ആണ്. സോ വിച്ച് മീൻസ് ദ നോർമൽ, ഇപ്പോൾ ദിസ് ഈസ് ടാൻജന്റ്. അപ്പോൾ നോർമൽ എങ്ങനെയായിരിക്കും? നമുക്കറിയില്ല, രണ്ടിന്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് -1 ആണ്. സോ വി ക്യാൻ റൈറ്റ് 2 minus 5x square into slope of the normal mn is equal to -1. So what is slope of the normal? mn എന്ന് പറയുന്നത് -1/2 minus 5x square അല്ലെങ്കിൽ 1/5x square minus 2. ഇതാണ് കണ്ടീഷൻ. ഇതാണ് നോർമൽ. ഇനി ഈ നോർമൽ ഏത് പോയിന്റിൽ ആക്ട് ചെയ്യുന്നു? ആക്ടിങ് ഓൺ എ പോയിന്റ് 1/3 ആക്ട് ചെയ്യുന്നു അല്ലേ. സോ 1/3 ആക്ട് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ഇക്വേഷൻ ആക്ച്വൽ വാല്യൂ ഓഫ് നോർമൽ? 1 divided by x എന്ന് പറയുന്നത് 1 and y is equal to 1/3. So substitute ചെയ്യുക. So 5 into 1 minus 2. So that will be 1/3 ആണ് നിങ്ങളുടെ നോർമലിന്റെ സ്ലോപ്പ്. ഓക്കെ, നിങ്ങൾ നോർമലിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1/3. അപ്പൊ നോർമലിന്റെ സ്ലോപ്പ് അറിയാം അല്ലേ. നോർമൽ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് അറിയാം. അപ്പൊ നോർമലിനെ പറ്റി പറയുകയാണെങ്കിൽ നോർമലിന്റെ സ്ലോപ്പ് എത്രയാണ്? 1/3 and it passes through എയിലെ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ടാൻജന്റ് പോകുന്ന അതിലെ കൂടെ തന്നെ നോർമലും പോകുന്നുണ്ട് അല്ലേ. ഏതാണ്? 1ഉം 1/3ലും അതിലെ കൂടെ തന്നെ പോകുന്നുണ്ട്. സോ പാസസ് ത്രൂ 1/3 രണ്ടിലും കൂടെ പാസ് ചെയ്യുന്നുണ്ട്. സോ അവിടെ നിന്ന് സോൾവ് ചെയ്യുക. എങ്ങനെ നമുക്ക് ഒരു ജനറൽ ഇക്വേഷൻ ലൈൻ എങ്ങനെ എടുക്കാം? ഒരു പോയിന്റും സ്ലോപ്പും ഉണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് y minus y1 is equal to m into x minus x1. So we can write y minus y1. What is y1? 1/3 is equal to m is equal to 1/3 into x minus x1 is 1. അപ്പോൾ ഇത് x1, ഇത് y1. ഇതാണ് ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് 3y minus 1 is equal to x minus 1 എന്ന് കിട്ടും. സോ ഓൺ ക്യാൻസലിംഗ് യു വിൽ ഗെറ്റ് x minus 3y is equal to 0. ഇതാണ് നിങ്ങളുടെ നോർമലിന്റെ ഇക്വേഷൻ. സി നോർമൽ എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ ആണ് x minus 3y is equal to 0. അപ്പോൾ x minus 3y equal to 0 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും പോയിന്റുകൾ ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കുക. സി ഏത് പോയിന്റ് ഉണ്ട്? x minus 3y സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോയിന്റ്. ഓക്കെ, സി x is equal to 3y ആവണം. സി ഫസ്റ്റ് കേസ് നോക്കാം. x എന്ന് പറഞ്ഞാൽ 3 ആണ്, y എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ ഈ പോയിന്റിൽ. അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന നോക്കിയേ. സി സോ 3y is equal to what? 3 ആവും. സോ വിച്ച് മീൻസ് x is equal to 3y സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോയിന്റ് ആണിത്. സോ വേറെ ഒന്നും ഇവിടെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. വിച്ച് മീൻസ് x is equal to 3y പോകുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ അതിന്റെ ഇക്വേഷനോ ലൈനും അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആൻസർ? ദിസ് വൺ 3-1 വിൽ ബി യുവർ ആൻസർ. അപ്പോൾ ഈ പോയിന്റ് എയിലെ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. 3-1 എന്ന് പറയുന്ന ഈ ലൈൻ 3-1 എന്ന് പറയുന്ന പോയിന്റിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ലൈൻ എന്ന് പറയുന്നത് 3-1 എന്ന് പറയുന്ന പോയിന്റിലൂടെയും പാസ് ചെയ്യുന്നുണ്ടാവും. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ എ 3-1. So next question, if y is equal to 2 sine of 2 sine inverse x, then what is 1 minus x square into y2? എന്താണ് 1 minus x square into y2? അപ്പോൾ ഇവിടെ ഈ y2 എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് d square y by dx square എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ. അതേപോലെ y1 എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ തരുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് dy by dx. ഇത് ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് ഒന്ന് ഓർക്കേണ്ടത്. അതായത് y1 y2 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഇത് d square y by dx square ആണ്, ഇത് dy by dx ആണ്. അപ്പോൾ ഇതിനെ വെച്ചിട്ട് വേണം നമ്മൾ സോൾവ് ചെയ്യാൻ. സോ വാട്ട് ഈസ് y is equal to സൈൻ ഓഫ് 2 സൈൻ ഇൻവേഴ്സ് x. സോ എന്താണ് y1? y1 എന്ന് പറയുന്നത് dy by dx. സോ ഇവിടെ dy by dx നോക്കുകയാണെങ്കിൽ കോസ് ഓഫ് 2 സൈൻ ഇൻവേഴ്സ് x, 2 sin inverse x in derivative 2 into 1 by root of 1 minus x square. So this is your y1. നമുക്ക് ഇനി y2 കൂടെ കണ്ടുപിടിക്കാം. So what is y2 or d square y by dx square? So that is equal to
y2 ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് അഗൈൻ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, രണ്ട് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. സി ദിസ് ഈസ് വൺ ഫംഗ്ഷൻ ആൻഡ് ദിസ് ഈസ് അനദർ ഫംഗ്ഷൻ. സോ അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ത് രീതി ചെയ്യാം. സോ ഫസ്റ്റ് വൺ ഡിനോമിനേറ്റർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ദാറ്റ് ഈസ് 2 ഇൻറ്റു കോസ് ഓഫ് 2 സൈൻ ഇൻവേഴ്സ് എക്സിന്റെ മൈനസ് സൈൻ എക്സ് അല്ലെ, കോസ് എക്സിന്റെ മൈനസ് സൈൻ ആണ്. സോ മൈനസ് സൈൻ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഇതിന്റെ അകത്ത് അഗെയിൻ 2 സൈൻ ഇൻവേഴ്സ് എക്സിന് ഡെറിവേറ്റീവ് എടുക്കണം. ഇസ് 2 ഇൻറ്റു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഈ ഒരു ടേം മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ദാറ്റ് ഈസ് 2 കോസ് ഓഫ് 2 സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ, cos of 2 sin inverse x, 2 cos of 2 sin inverse x. So this is numerator into 1 by root of 1 minus x അല്ലേ, into root of 1 minus x square ഡെറിവേറ്റീവ് എന്താണ്, that is 1 by 2 into root of 1 minus x square into x square again minus 2x the whole divided by denominator square. denominator എന്താണ്, ഇതിന്റെ denominator square അല്ലേ, that is 1 minus x square എന്ന് വരും, അതിന്റെ റൂട്ട് അങ്ങ് പോകും. ഇനി നമുക്ക് ഓരോരോ ടേംസിനെ നോക്കുകയാണെങ്കിൽ see these terms can be cancelled. ഇനി നോക്കുമ്പോൾ മൈനസ് 4 സൈൻ 2 സൈൻ ഇൻവേഴ്സ് എക്സ്. സോ ആ ഒരു ടേമിന് ഞാൻ എഴുതി മൈനസ് 4 സൈൻ 2 ഇൻവേഴ്സ് എക്സ്, സോറി മൈനസ് 4 സൈൻ 2 സൈൻ ഇൻവേഴ്സ് എക്സ്. ഇനി അടുത്ത ടേം നോക്കുക, ഇവിടെ നോക്കുമ്പോൾ ഇവിടെ മൈനസും ഒരു മൈനസ് കൂടെ പ്ലസ് ആയി. സോ പ്ലസ് 4 ഇവിടെ 2 2 ക്യാൻസൽ ചെയ്തു അല്ലേ, 4 വരെ 4/2 എഴുതി 2 ക്യാൻസൽ ചെയ്തു. പ്ലസ് 2 കോസ് ഓഫ് 2 സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു യുവർ y2. ഇനി നമുക്ക് ഇതിന്റെ ഓരോ ടേമുകൾ നോക്കുക. സോ സൈൻ ഓഫ് 2 സൈൻ ഇൻവേഴ്സ് എക്സ് ഇത് ഇവിടെ വന്നിട്ടുണ്ട് കണ്ടില്ലേ. സോ വാട്ട് ഈസ് ദാറ്റ് വൺ, ദിസ് ഈസ് y, ഇത് y തന്നെയാണ്. അതേപോലെ നമ്മൾ y1 നോക്കുക, 2 കോസ് ഓഫ് 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. സോ ദിസ് ഈസ് y1 അല്ലേ, y1 ഇൻറ്റു ഒരു ടേം കൂടെ ഉണ്ട്, ഇവിടെ ഒരു എക്സും കൂടെ ഉണ്ട്. സോ യു ഹാവ് ടു കൺസിഡർ ദിസ് എക്സ് ആൾസോ. സോ ഇൻറ്റു ദിസ് എക്സ്. സോ ഇത്രയും വന്നു അല്ലേ, ഈ ഒരു എക്സും കൂടെ ഇവിടെ ഉണ്ട്, ബാക്കി ഇത്രയും നോക്കുവാണെങ്കിൽ അത് y1 തന്നെയാണ്. സോ അപ്പോൾ ഈ ഒരു ടേമിന് എഴുതുവാണെങ്കിൽ ദാറ്റ് ഈസ് മൈനസ് 4y പ്ലസ് എക്സ് y1 ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു y2. ഇതിനെയാണ് y2 എന്ന് പറയുന്നത് അല്ലേ, മൈനസ് 4y പ്ലസ് എക്സ് y1 ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു y2 എന്ന് കിട്ടി. സോ നമുക്ക് വേണ്ട എന്താണ്, സോ ഈ 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ടേമിന് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സി 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 എന്തായിരിക്കും, മൈനസ് 4y പ്ലസ് എക്സ് y1. അത് എത്രയാണ്, അത് ഈ വാല്യൂ നോക്കുക, എക്സ് y1 മൈനസ് 4y. സോ ദിസ് ഈസ് ദി ആൻസർ. സോ എക്സ് y1 മൈനസ് 4y ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ചെയ്യാൻ, കാരണം നമ്മൾ സോൾവ് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ഇതിനെ ഓരോരോ ടേംസുമായിട്ട് റീപ്ലേസ് ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. സോ അങ്ങനെ വേണം നമ്മൾ ഇതിനകത്തുള്ള ഓപ്ഷനിലേക്ക് കറക്റ്റിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ എപ്പോഴും ഇതിനെ ഈ ഓപ്ഷൻ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എപ്പോഴും അത് ചെക്ക് ചെയ്യാൻ നോക്കുക. അതാണ് ഈ പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് മെയിൻ ആദ്യത്തെ ഒരു മേജർ 5 ക്വസ്റ്റ്യൻ ഇതാണ്. സോ നെക്സ്റ്റ് വി ഹാവ്, അടുത്തത് നമുക്കൊരു കേസ് സ്റ്റഡിയാണ്. സോ കേസ് സ്റ്റഡിയിൽ നിന്ന് വരുന്ന ലിങ്ക്ഡ് അപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനെ ഒന്ന് ഇനിഷ്യലി അനലൈസ് ചെയ്ത് നോക്കാം. സം യങ് എന്റർപ്രനേഴ്സ് സ്റ്റാർട്ടഡ് ആൻ ഇൻഡസ്ട്രി യങ് അച്ചീവേഴ്സ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആൻഡ് ഫോർ കാസ്റ്റിംഗ് മെറ്റൽ ഇൻ ടു വേരിയസ് ഷേപ്സ്. They put up an advertisement online stating the same and expecting the order to cast metal for toys, sculptures, decorative pieces and more. A group of friends wanted to make innovative toys and hence contacted the young achievers in order to order them to cast metal into solid half cylinders with a rectangular base and semicircular. അപ്പോൾ റെക്ടാങ്കുലർ ബേസ് ആണ്, അതേപോലെ ഇത് സെമി-സർക്കുലർ ഷേപ്പ് ആണ് അത് പറയുന്നുണ്ട്. ആൻഡ് ഇതാണ് അതിൻ്റെ ഒരു ടോയ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ടോയ്. അപ്പോൾ ഈ ടോയ് ആണ് യങ് അച്ചീവേഴ്സിന് ഒരു കോൺട്രാക്ട് എടുത്തത്. ആ ടോയുടെ ഷേപ്പ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ആ ടോയുടെ ഷേപ്പ് അനുസരിച്ച് ആ ടോയ്ക്ക് ഈ ടോയുടെ ലെങ്ത്, ഓക്കെ സി ദിസ് ഈസ് ഹാവിങ് എ റേഡിയസ് ആർ. സോ ഈ ടോയുടെ റേഡിയസ് സി ഇറ്റ്സ് ഹാവ് എ റെക്ടാങ്കുലർ ബേസ്, ഒരു റെക്ടാങ്കുലർ ബേസ് ഉണ്ട്. ആ റെക്ടാങ്കുലർ ബേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് h ആണ്. സോ ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് റെക്ടാങ്കുലർ ബേസ്
ആൻഡ് ഹാവിങ് റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഇതൊരു ടോയ് ആണ്. സോ ഇറ്റ്സ് ലൈക്ക് എ ഹാഫ് സിലിണ്ടർ ടോയ് അല്ലേ? നിങ്ങൾ ഫിഗർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഹാഫ് സിലിണ്ടർ ടോയ് ആണ്. സോ ഈ ടോയുടെ ഇൻഫർമേഷൻ ബേസ് ചെയ്ത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വി ഹാവ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനെ തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റിയൽ ലൈഫ് സിനാരിയോയിൽ എങ്ങനെയാണ് ഇതുമായിട്ട് നമ്മൾ MCQവിനെ ലിങ്കപ്പ് ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ തരുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി അവർക്ക് ഒരു സിലിണ്ടറിന്റെ ഹാഫ് സിലിണ്ടർ തന്നിട്ട് വോളിയം ചോദിക്കാം. അപ്പോൾ അതിന് പകരം ദേ ഹാവ് ഗിവൺ എ റിയൽ സിനാരിയോ. ആ സിനാരിയോ ബേസ് ചെയ്തിട്ട് എങ്ങനെ ഇത് MCQ ആയിട്ട് നമുക്ക് ലിങ്കപ്പ് ചെയ്യാം, അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഓരോരോ ലിങ്കപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ കാസ്റ്റ് ചെയ്ത ഹാഫ് സിലിണ്ടറിന്റെ വോളിയം എത്രയെന്നുള്ളത്. ദ വോളിയം ഓഫ് ദ കാസ്റ്റഡ് ഹാഫ് സിലിണ്ടർ വിൽ ബി. ഇപ്പോൾ നമുക്കറിയാം സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഈസ് πr² ഇൻറ്റു h എന്നുള്ളതാണ്. സോ ഇത് ആക്ച്വലി ദിസ് ഈസ് എ ഹാഫ് സിലിണ്ടർ അല്ലേ? ഇത് ശരിക്കും ഒരു ഹാഫ് സിലിണ്ടർ ആണ്. ഒരു ഹാഫ് സിലിണ്ടർ. അപ്പോൾ ഈ ഹാഫ് സിലിണ്ടറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വോളിയം എത്രയെന്നുള്ളതാണ്. ഫുൾ സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് വി ഹാവ് πr²h. അപ്പോൾ ഹാഫ് സിലിണ്ടറിന്റെ വോളിയം എത്രയായിരിക്കും? ആക്ച്വലി ഇതിന്റെ ഹാഫ് ഓഫ് ദ ഫുൾ സിലിണ്ടർ ദാറ്റ് വിൽ ബി 1/2 πr²h. സോ ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ദിസ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഹാഫ് ഓഫ് πr²h. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ കാസ്റ്റഡ് ഹാഫ് സിലിണ്ടർ. ഈ സർഫസ് ഏരിയ എത്രയാണ്? ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ യു ഹാവ് 2 റെക്ടാങ്കുലർ ബേസ് അല്ലേ? ഒരു സെമി സർക്കുലർ 2 ഇതുണ്ട്, അതേപോലെ റെക്ടാങ്കുലർ ബേസ് ഉണ്ട്, ഒരു ടോപ്പ് സർഫസ് ഉണ്ട്. അപ്പൊ നമുക്ക് സർഫസസ് ഏതൊക്കെയുണ്ട്? 4 സർഫസ് ആണല്ലേ. ഒന്നെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു സർഫസ്, എ കൈൻഡ് ഓഫ് സർഫസ് ജസ്റ്റ് ലൈക്ക് ദിസ് അല്ലേ? ഈ ഒരു കർവ്ഡ് സർഫസ് ഉണ്ട്. അതേപോലെ ഒരു റെക്ടാങ്കുലർ പ്ലേറ്റ് ഉണ്ട് അല്ലേ? താഴെ ബോട്ടം യു ഹാവ് എ റെക്ടാങ്കിൾ. സോ ഒരു റെക്ടാങ്കിൾ ഉണ്ട്, ഒരു കർവ്ഡ് സർഫസ് ഉണ്ട്. പിന്നെ ഏതൊക്കെ സർഫസ് ഉണ്ട്? യു ഹാവ് ഒരു സെമി സർക്കുലർ സർഫസ് എത്ര ഉണ്ട്? വി ഹാവ് 2. ഒരു സെമി സർക്കുലർ സർഫസ് 2 അല്ലേ? ഇവിടെയുമായിട്ട് ഒരു സെമി സർക്കുലർ. അപ്പോൾ വിച്ച് മീൻസ് യു ഹാവ് 2 സെമി സർക്കുലർ സർഫസ്, 1 റെക്ടാങ്കുലർ സർഫസ്, 1 കർവ് സർഫസ്. ഇതാണ് അതിന്റെ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെമി സർക്കുലർ സർഫസിന്റെ ഏരിയ എന്താണ്? ഒരു സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണെങ്കിൽ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr²/2. അതേപോലെ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് πr²/2. അതേപോലെ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്താണ്? റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ദിസ് ഈസ് h. ആൻഡ് ഈ ഡയമെൻഷൻ എന്തായിരിക്കും? ഇത് പകുതി റേഡിയസ് ആണ്. സോ ടോട്ടൽ ദിസ് വിൽ ബി യുവർ ഡയമീറ്റർ അല്ലേ? എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് 2r ആണ്. സോ ഇതിന്റെ ഏരിയ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് 2r ഇൻറ്റു h. ഈ സർഫസിന്റെ. ഇനി വാട്ട് ഈസ് ഈ സർഫസിന്റെ ഏരിയ എന്താണ്? ഈ സർഫസിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഒരു റെക്ടാങ്കിൾ പോലെ സ്ട്രേറ്റ് അപ്പൻ ആക്കി നോക്കുക. ഇതിനെ ഒന്ന് നമ്മൾ നിവർത്തി വെച്ച് നോക്കുക. ഈ സർഫസിനെ ഒന്ന് നിവർത്തി വെച്ച് നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദിസ് ഡയമെൻഷൻ? ഇത് 6 ആണെങ്കിൽ ഈ സർക്കംഫറൻസ് എത്രയാണ്? ദാറ്റ് വിൽ ബി πr അല്ലേ? ഈ πr ആണിത്. സോ ദിസ് ഈസ് πr. ഈ πr ഓവർ എ ഹൈറ്റ് h അല്ലേ? അപ്പൊ ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് πr ആണ്. അത് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ഓവർ എ ലെങ്ത് h ഉണ്ട്. സോ വാട്ട് ഈസ് ദാറ്റ് സർഫസ് ഏരിയ? ഇതിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് πrh ആയിരിക്കും. πr into h. ബിക്കോസ് ഈ സർഫസിനെ ഒരു റെക്ടാങ്കിൾ ആയിട്ട് നിങ്ങൾ മാറ്റുവാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ റെക്ടാങ്കിൾ. നമ്മൾ ഇതിനെ ഒന്ന് നിവർത്തി വെക്കുകയെന്ന് വിചാരിക്കാം. നിവർത്തി വെക്കുമ്പോൾ വാട്ട് വിൽ ബി ദ ഡയമെൻഷൻ? ഈ ഡയമെൻഷൻ തന്നെയല്ലേ ഇത് നിവർത്തി വെക്കുമ്പോൾ ദിസ് ഈസ് πr ആൻഡ് ദിസ് ഈസ് h. സോ πrh. അപ്പൊ നമുക്ക് ടോട്ടൽ ഏരിയ എന്തൊക്കെയായിരിക്കും? നമുക്ക് വേണ്ടത് 2 സെമി സർക്കിളിന്റെ ഏരിയ. സോ വി ക്യാൻ ഹാവ് πr²/2 പ്ലസ് πr²/2 പ്ലസ് ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ 2rh പ്ലസ് ഈ കർവ്ഡ് സർഫസിന്റെ ഏരിയ അതെത്രയാണ്? πrh. സോ വിച്ച് മീൻസ് ഇവിടെ വരും ദിസ് ഈസ് πr², 2rh πrh, πr² 2rh πrh. അപ്പോൾ ഇതിനകത്ത് ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കുക. ദാറ്റ് ഈസ് നമുക്ക് πr² ഉണ്ട് അല്ലെ, രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ. അതേപോലെ 2rh ഉണ്ട്, ദെൻ πrh ഉണ്ട്. സോ ദിസ് വിൽ ബി ദി ആൻസർ. സോ ഓപ്ഷൻ ബി ആയിരിക്കും നിങ്ങളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അത് ഇങ്ങനെ ഇവിടെ നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടോട്ടൽ സർഫസ് ഏരിയയും വോളിയമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാം? സോ വോളിയം വി എന്ന് പറയുന്നത് ½ πr²h ആണ്.
അതേപോലെ ടോട്ടൽ സർഫസ് ഏരിയ എസ് എന്ന് പറയുന്നത് വി ഹാവ് പൈ ആർ സ്ക്വയർ പ്ലസ് 2RH പ്ലസ് പൈ ആർ എച്ച്. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് വോളിയം വിയുമായിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും നോക്കണം. ഓക്കെ, ഇതിനെ വോളിയം വി ആയിട്ട്. സോ സർഫസ് ഏരിയ ക്യാസ് ടു ബി എക്സ്പ്രസ്ഡ് ഇൻ വോളിയം. അപ്പോൾ ഇവിടെ വോളിയം വി വേണം ഇതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. സോ വോളിയം വിയെ ഇവിടെ നമുക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? പൈ ആർ സ്ക്വയർ. നമുക്കപ്പോൾ ഇതിന് ഇവിടെ എന്താണ്, ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കുക. ഇതിനകത്ത് എച്ച് എന്ന് പറയുന്ന പാരാമീറ്റർ ഇല്ല. ഓപ്ഷനിലെങ്കിലും എച്ച് ഇല്ല. എച്ചിനെ എന്ത് ചെയ്യുന്നത്? എച്ചിനെ ഈസ് റീപ്ലേസ്ഡ് ബൈ വി വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇഫ് യു ലുക്ക് ഇൻ ടു ദിസ് എക്സ്പ്രഷൻ ഇറ്റ് ഹാസ് ബീൻ റീപ്ലേസ്ഡ്. എച്ചിനെ വി വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയറിന് അവിടെ നിർത്തുക. ആർ എന്ന ടേം ഇവിടെ ഉണ്ട്. ആറിലും വിയിലാണ് പറയുന്നത്. പ്ലസ് 2RH 2R ഇൻറ്റു എച്ചിനെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ 2V ബൈ പൈ ആർ സ്ക്വയർ എന്ന് എനിക്ക് വേണമെങ്കിൽ കൊടുക്കുക. എച്ചിന് 2V ബൈ പൈ ആർ സ്ക്വയർ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു 2V ബൈ പൈ ആർ സ്ക്വയർ. 2R ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ 2V ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ പ്ലസ് അഗെയിൻ പൈ ആർ ഇൻറ്റു 2V ബൈ പൈ ആർ സ്ക്വയർ. സോ ഈ ഇക്വേഷൻ നോക്കുക. പൈ ആർ സ്ക്വയർ ഇൻറ്റു പൈ ആർ സ്ക്വയർ പ്ലസ് ഇവിടെ 6 ക്യാൻസൽ ചെയ്യുക. സോ യു ഹാവ് 2V അല്ലേ, ഇവിടെ 2 2 ഉണ്ട്. സോ 4V ബൈ പൈ ആർ പ്ലസ് ഇവിടെ അഗെയിൻ പൈ ആർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2V ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. സോ അഗെയിൻ നിങ്ങൾക്ക് ഇവിടെ 2V ബൈ ആർ കോമൺ എടുക്കുവാണെങ്കിൽ ഓക്കെ, ദാറ്റ് ഈസ് പൈ ആർ സ്ക്വയർ ഇൻറ്റു ഞാനൊരു പൈ കൊണ്ട് താഴെ മുകളിൽ മൾട്ടിപ്ലൈ പ്ലസ് ഇവിടെ 2V ബൈ പൈ ആർ കോമൺ എടുത്തു. 2V ബൈ പൈ ആർ കോമൺ എടുത്തു കഴിഞ്ഞാൽ സോ ദിസ് വിൽ ബിക്കംസ് 2 ആൻഡ് ദിസ് വിൽ ബിക്കംസ് ഇവിടെ ഒരു പൈ ഞാൻ മുകളിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ, ഓട്ടോമാറ്റിക്കലി ഒരു പൈ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2V ബൈ പൈ ആർ ഇവിടെ എടുക്കുന്നെങ്കിൽ ഇവിടുന്ന് 2 വരും, ഒരു പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വിൽ ഗെറ്റ് പൈ. സോ വി ക്യാൻ റൈറ്റ് പൈ ആർ സ്ക്വയർ പ്ലസ് പൈ പ്ലസ് 2 ഇൻറ്റു 2V ഡിവൈഡഡ് ബൈ പൈ ആർ. സോ ഇതാണ് നിങ്ങളുടെ എക്സ്പ്രഷൻ. അപ്പോൾ അങ്ങനെ എക്സ്പ്രഷൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. സോ പൈ ആർ സ്ക്വയർ ഇൻ പ്ലസ് 2V ഇൻറ്റു പൈ പ്ലസ് 2 ഡിവൈഡഡ് ബൈ പൈ ആർ. സി നിങ്ങൾ ഓപ്ഷൻ സി ഇത് ചെക്ക് ചെയ്ത് നോക്കുക. ഓപ്ഷൻ സി ആണ് നിങ്ങളുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ ഗിവൺ സിലിണ്ടർ ഓഫ് വോളിയം വി ദ ടോട്ടൽ സർഫസ് ഏരിയ എസ് ഈസ് മിനിമം വെൻ. ഇപ്പൊ നിങ്ങൾ സിലിണ്ടറിന്റെ ഒരു വോളിയം വി തന്നിട്ടുണ്ട്. എത്രയാണ് വോളിയം വി? 1/2 പൈ ആർ സ്ക്വയർ എച്ച് കോമൺ ആണ്. സോ ദിസ് ഈസ് എ കോൺസ്റ്റന്റ്. സോ വിക്ക് മാറ്റമില്ല. ഓക്കെ, ആൻഡ് വി ആർ സെയിങ് ദാറ്റ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഈസ് മിനിമം. സോ ടോട്ടൽ സർഫസ് ഏരിയ മിനിമം ആണെന്ന് പറയുന്നത്. സോ എസ് ഈസ് മിനിമം ഫോർ എ ഗിവൺ വോളിയം. എസ് ഈസ് മിനിമം ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്നുള്ളതാണ്. സോ നമ്മൾ ഓൾറെഡി ഇവിടെ വിയുടെ കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ പൈ ആർ സ്ക്വയർ പ്ലസ് പൈ പ്ലസ് 2 ഇൻറ്റു 2V ബൈ പൈ ആർ. സോ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വി ഇസ് എ കോൺസ്റ്റന്റ് അല്ലേ, ബിക്കോസ് വി ഇസ് എ ഗിവൺ വാല്യൂ ആണ്. അപ്പോൾ വിക്ക് മാറ്റമില്ല. ഇവിടെ ആകെ വേരി ചെയ്യുന്ന പാരാമീറ്റർ ആരാണ്? ആറ് മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. സോ വി ക്യാൻ സേ എസ് മിനിമം എന്നും പറയുന്നുണ്ട്. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, DS ബൈ DR കണ്ടുപിടിക്കുക, ദെൻ ഇക്വേറ്റ് ടു 0 ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ അവിടെ മാക്സിമോ മിനിമോ ഉണ്ടാകും. സോ അഗൈൻ യു ക്യാൻ ഫൈൻഡ് d²s ബൈ DR സ്ക്വയർ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇറ്റ് ഈസ് മിനിമം. ആ ഫംഗ്ഷൻ അവിടെ മിനിമം ആയിരിക്കും എന്ന് പറയാം. ഇനി DS ബൈ DR ചെക്ക് ചെയ്ത് നോക്കുക. സോ DS ബൈ DR ഈക്വൽ ടു 0. സോ DS ബൈ DR എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ. സോ അതിന്റെ ഡെറിവേറ്റീവ് 2 പൈ ആർ ഓക്കെ പ്ലസ് 2V ഇൻറ്റു പൈ പ്ലസ് 2. അത് കോൺസ്റ്റന്റ് ആണ്. വി കോൺസ്റ്റന്റ് ആണ്. വി ഇസ് എ ഗിവൺ വാല്യൂ ആണ്. അപ്പോൾ വി അവിടെ നിലനിർത്തുക. 1 ബൈ പൈ ആർ ബൈ ഒരു പൈയും കൂടി ഇട്ടിട്ട് 1 ബൈ ആറിൻ്റെത് മൈനസ് 1 ബൈ ആർ സ്ക്വയർ. സോ ദിസ് ടേം ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഈ ടേം 0 ആണ്. സോ അഗെയിൻ 2 പൈ ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, 2 പൈ ഇൻറ്റു 2 പൈ ആർ ഇസ് ഈക്വൽ ടു 2V ഇൻറ്റു പൈ പ്ലസ് 2 ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, 2V ഇൻറ്റു പൈ പ്ലസ് 2. ആൻഡ് ഈ ടേമിന് ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പൈ ഇൻറ്റു പൈ പൈ സ്ക്വയർ ഇറ്റ് ഇംപ്ലൈസ് ആർ സ്ക്വയർ ഇൻറ്റു ആർ.
ആർ സ്ക്വയർ ഇൻറ്റു ആർ എത്ര വരും? ആർ ക്യൂബ്. പൈ സ്ക്വയർ ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു എന്താണ്? പൈ പ്ലസ് 2 ഇൻറ്റു വി. ഇതാണ് നമുക്ക് വന്ന കണ്ടീഷൻ. അപ്പോൾ മോസ്റ്റ്ലി എന്തായാലും ഇത് നമ്മൾ ഈ ഡി എസ് ബൈ ഡി ആർ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതാണ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വന്ന എക്സ്പ്രഷൻ ആണിത്. ആക്ച്വലി ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ സെക്കൻഡറി ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അത് 0 ആണെങ്കിൽ മിനിമം ആയിരിക്കും. എനിവേ മോസ്റ്റ്ലി ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് തന്നെയായിരിക്കും. കാരണം മാക്സിമം ഇനി വരുമ്പോൾ പൊതുവെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് എന്തെങ്കിലും ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് മിനിമം ആയിരിക്കും. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. പൈ സ്ക്വയർ ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു പൈ പ്ലസ് 2 ഇൻറ്റു വി. ദാറ്റ് ഈസ് പൈ സ്ക്വയർ ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു പൈ പ്ലസ് 2 ഇൻറ്റു സി. ഓപ്ഷൻ എ, പൈ സ്ക്വയർ ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു പൈ പ്ലസ് 2 ഇൻറ്റു വി. സോ ദിസ് ഈസ് എ റൈറ്റ് ആൻസർ. അപ്പോൾ ഇതാണ് എൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ കമ്മിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ h:2r ഫോർ s:v മിനിമം ഇസ് ഈക്വൽ ടു. ഇപ്പോൾ എസ് മിനിമം ആണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ h/2r? അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ പ്രൂവ് ചെയ്തു പൈ സ്ക്വയർ ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു പൈ പ്ലസ് 2 ഇൻറ്റു വി എന്ന് പ്രൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ കറസ്പോണ്ട്സ് ടു h:2r? അപ്പോൾ h ഉം 2r തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ ഓൾറെഡി പ്രൂവ് ചെയ്തത് നിങ്ങളെ അത് ഫോർ എ ഗിവൺ വോളിയം ഓഫ് വിയും തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു. സോ h:2r എന്ന റിലേഷൻ ഫോർ s:v മിനിമം ആണെങ്കിൽ എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു എന്താ വേണ്ടതെന്നുള്ളത് അല്ലേ. ദാറ്റ് ഈസ് നമ്മൾ ഓൾറെഡി പൈ സ്ക്വയർ ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു പൈ പ്ലസ് 2 ഇൻറ്റു വി എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എച്ചുമായിട്ടൊരു റിലേഷൻ വേണം. വി നീഡ് h/2r. ആ റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യണം? വിക്ക് പൈ ആർ സ്ക്വയർ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ പൈ സ്ക്വയർ ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു പൈ പ്ലസ് 2 ഇൻറ്റു പൈ ആർ സ്ക്വയർ എച്ച് ഡിവൈഡഡ് ബൈ 2 അല്ലെ, എൻ്റെ ഏരിയ ഹാഫ് ആണ്. സോ ഇത് വെച്ച് നോക്കുക. സോ ഒരു പൈ ക്യാൻസൽ ചെയ്യുക, ഒരു ആർ സ്ക്വയറും ആർ ക്യൂബും ക്യാൻസൽ ചെയ്യുക. സോ ടു പൈ ആർ ഇസ് ഈക്വൽ ടു പൈ പ്ലസ് 2 ഇൻറ്റു എച്ച് എന്ന് വരും. സോ 2 പൈ ആർ ഇസ് ഈക്വൽ ടു പൈ പ്ലസ് 2 ഇൻറ്റു എച്ച്. സോ ഐ ക്യാൻ റൈറ്റ് പൈ ബൈ ഇതിനെ ഞാൻ ഇങ്ങനെ താഴെ കൊണ്ടുപോയി. സോ പൈ പ്ലസ് 2 ഇൻറ്റു 2r ഇസ് ഈക്വൽ ടു എച്ച് എന്ന് വന്നു. സോ വിച്ച് മീൻസ് 2r താഴെ കൊണ്ടുവരികയാണെങ്കിൽ പൈ പ്ലസ് 2 ഈസ് ഈക്വൽ ടു h/2r. സോ നമുക്ക് വേണ്ടത് h/2r ആണ്. വാട്ട് ഈസ് h/2r? ദാറ്റ് ഈസ് പൈ ഈസ് ടു പൈ പ്ലസ് 2 അല്ലേ. h/2r എന്ന് പറഞ്ഞാൽ പൈ ഈസ് ടു പൈ പ്ലസ്. അപ്പോൾ ഓരോ ആൻസറിൽ നിന്നും നമ്മൾ ലിങ്ക് ചെയ്താണ് ലാസ്റ്റ് ആൻസറിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഒരെണ്ണം കണ്ടുപിടിക്കാതെ നമുക്ക് നെക്സ്റ്റ് ഒരെണ്ണം ഫേസിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യനിൽ നിന്നുള്ള വാല്യൂസ് വരാതെ നമുക്ക് 3, 4, 5 ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ 5th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4th ക്വസ്റ്റ്യനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. 5th ക്വസ്റ്റ്യൻ്റെ ആ പോയിന്റ് എന്ന് പറയുന്നത് 4th ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ h:2r എന്ന് പറഞ്ഞാൽ പൈ ഈസ് ടു പൈ പ്ലസ് 2. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഈസ് ആൻസർ ഡി, പൈ ഈസ് ടു പൈ പ്ലസ് 2. അപ്പോൾ ഇത്രയാണ് നമ്മളെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഈ CBSEയുടെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ്, അതായത് എസ്പെഷ്യലി ടേം 1 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഈസി ആയിട്ടും നമുക്ക് വയബിളും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. നമുക്ക് ആ ടൈം മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ മാർക്സും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാലും ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ വളരെ ഈസിയാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയായിരുന്നു നിങ്ങളുടെ ഈ പറഞ്ഞ CBSE ടേം 1 എക്സാം എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും നല്ലൊരു രീതിയിൽ റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ താങ്കിങ് യു ആൾ.